നബി തങ്ങൾ പറഞ്ഞു സനാഇഉൽ മഅറൂഫി തഖീ മസ്വാരി അസ്സൂഇ വൽ ആഫാതി വൽ ഹലകാത്ത്. നന്മ ചെയ്യുന്നവർ, നന്മകൾ, സൽപ്രവർത്തനങ്ങൾ, തഖീ മസ്വാരി അസ്സൂ, അപകടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമെന്നാണ്. നമ്മുടെ നന്മകൾ, നമ്മുടെ സൽപ്രവർത്തനങ്ങൾ അപകടങ്ങളിൽ നിന്ന്, ആഫാത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ സംരക്ഷിക്കാൻ കാരണമാകുമെന്നാണ്. വഅഹ്ലുൽ മഅറൂഫി ഫിദ്ദുനിയ ഹും അഹ്ലുൽ മഅറൂഫ് ഫിൽ ആഖിറ. ദുനിയാവിൽ നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ആഖിറത്തിലും നന്മയുടെ ആളുകളായിരിക്കും. അപ്പൊ ഇവിടെ എത്രത്തോളം നമ്മൾ നന്മ ചെയ്തോ അതൊക്കെ നമ്മൾക്ക് നാളെ ആഖിറത്തിൽ കിട്ടാൻ പോവുകയാണ്. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന നന്മ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിന്നുള്ള അപകടങ്ങളെ നമ്മളിൽ നിന്ന് തടയുമെന്നാണ്. പ്രയാസങ്ങൾ, സാമ്പത്തികമായ ബാധ്യതകൾ, മാരകമായ രോഗങ്ങൾ, ഇതെല്ലാം തടയപ്പെടാൻ കാരണമാകും നമ്മൾ ചെയ്യുന്ന നന്മകൾ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അൽ ബിർറു ലാ യബ്ലാ, ഒരിക്കലും നന്മകൾ നശിച്ചു പോകൂല, നുരുമ്പി പോകൂല എന്നാണ്. اليوم تجزى كل نفس بما كسبت لا ظلم اليوم إن الله سريع الحساب. اليوم تجزى كل نفس بما كسبت. ആര് എന്ത് പ്രവർത്തിച്ചാലും അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അല്ലാഹു നാളെ മഹ്ശറയിൽ വെച്ച് നൽകുമെന്നാണ്. അൽ യൗമ, ഇന്ന്, തുജ്സ കുല്ലു നഫ്സിൻ ബിമാ കസബത്, ഓരോ മനുഷ്യനും ചെയ്ത സകല പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രതിഫലം അല്ലാഹു ഇന്ന് നൽകും. ലാ ദുൽമൽ യൗം, ഇന്ന് ഒരാളെയും ആക്രമിക്കൂല, ഒരാൾക്കും അക്രമങ്ങൾ നേരിടേണ്ടി വരൂല. അഥവാ പക്ഷപാതിത്വമോ, തെറ്റ് ചെയ്യുന്ന ആളുകളെ അല്ലാഹു നിരപരാധികളായ ആളുകളെ ശിക്ഷിക്കുകയോ അങ്ങനൊരു സംവിധാനം, അങ്ങനൊരു അക്രമം, അനീതി ഒരിക്കലും മഹ്ശറാ ലോകത്തുണ്ടാവൂല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അല്ലാഹു തആല വളരെ വേഗത്തിൽ വിചാരണ നടത്തുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ഹദീസ് അൽ ബിർറു ലാ യബ്ലാ, നമ്മൾ ചെയ്യുന്ന നന്മകളൊന്നും നശിച്ചു പോകില്ല. എന്തെങ്കിലും മൈന്യൂട്ടായ ഒരു നന്മയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ദുനിയാവിലും ആസ്വദിക്കാൻ കഴിയും, ആഖിറത്തിലും ആസ്വദിക്കാൻ കഴിയും. അതാണ് അല്ലാഹു പറഞ്ഞത്, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരണുമണി തൂക്കം ഒരാൾ നന്മ ചെയ്താൽ അല്ലാഹു തആല അതിനുള്ള പ്രതിഫലം നൽകുമെന്നാണ് പറയുന്നത്. ومن يعمل مثقال ذرة خيرا يره. ചെറിയ ഒരു നന്മ ചെയ്താൽ അതുവരെ അയാൾക്ക് അതുവരെ അതിന്റെ പ്രതിഫലം വരെ ആസ്വദിക്കാൻ കഴിയുമെന്നാണ്. ചെറിയൊരു നന്മ, എന്തുകൊട്ടെ വഴിയിൽ നടന്നു പോകുന്ന ഒരാൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു കല്ലുണ്ട്, അത് മാറ്റിവെച്ചു, അതൊരു നന്മയാണ്. അത് മാറ്റിവെച്ചതിന്റെ പേരിൽ വരെ പ്രതിഫലം അയാൾ ആസ്വദിക്കുമെന്നാണ്. അതേപോലെ ചെറിയൊരു തെറ്റു ചെയ്താൽ അതിനും ശിക്ഷയുണ്ടാകും. തെറ്റു ചെയ്താൽ അല്ലാഹു മറക്കൂല, ജനങ്ങളും മറക്കൂല. തെറ്റു ചെയ്യുന്നവർ ഒരിക്കലും അവരുടെ തെറ്റുകളെ മറക്കൂല. അല്ലാഹു തആല തെറ്റുകൾക്ക് ശിക്ഷ നൽകും അവർ തൗബ ചെയ്ത് മടങ്ങിയില്ല എങ്കിൽ. മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റുകൾ, മനുഷ്യന്മാർ ചെയ്യുന്ന പാപങ്ങൾ അതൊരിക്കലും അല്ലാഹു മറക്കുകയില്ല. അല്ലാഹു മാപ്പ് നൽകണമെങ്കിൽ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. അല്ലെങ്കിൽ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരുപാട് അമലുകൾ അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ചിലതാണ് സ്വതഖ ചെയ്യുക എന്നുള്ളത്, അതിൽ ചിലതാണ് മാതാപിതാക്കളോട് മര്യാദയോടെ ബഹുമാനത്തോടെ പെരുമാറുക എന്നുള്ളത്, അതേപോലെ തന്നെ ഇൽമിന്റെ സദസ്സുകളിൽ ഇരിക്കുക എന്നുള്ളത്. ഫകുൻ കമാ ശിഅ്ത, എന്നിട്ട് നബി ഉദ്ദയ്യാനു ലാ യനാം, അല്ലാഹു ഒരിക്കലും ഉറങ്ങുന്നവനല്ല. മറ്റൊരു ഹദീസിൽ കാണാം ഉദ്ദയ്യാനു ലാ യമൂത്, അല്ലാഹു മരണപ്പെടുന്നവനല്ല എന്ന്. അഥവാ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും, നമ്മൾ ഒരാൾക്ക് കടം കൊടുത്താൽ അയാളുടെ മരണശേഷം നമ്മൾക്ക് പേടിയാണ് കിട്ടുമോ ഇല്ലേ എന്ന്. ഒരാളെ സഹായിച്ചാൽ അയാളുടെ മരണത്തോടുകൂടി
ആ ഒരു സഹായം കഴിഞ്ഞുവോ പിന്നെ മക്കളത് തിരിച്ചു തരുമോ എന്ന പേടിയുണ്ടാവും. എന്നാൽ മരണപ്പെടാത്ത അള്ളാഹു ഒരു നന്മ ചെയ്താൽ അതിന് അള്ളാഹു പ്രതിഫലം തരും, തെറ്റു ചെയ്താൽ അതിനുള്ള ശിക്ഷയും അള്ളാഹു തരും. നമ്മുടെ നന്മകളെല്ലാം അള്ളാഹുവിന് കൊടുക്കുന്ന കടങ്ങളാണ്. ആ കടം വാങ്ങിച്ച അള്ളാഹു ഒരിക്കലും ഉറങ്ങുകയില്ല, അള്ളാഹു ഒരിക്കലും മരണപ്പെടുകയില്ല. നമ്മുടെ എല്ലാ നന്മകളും അള്ളാഹു എഴുതി വെക്കുന്നുണ്ട്, എല്ലാ ചിന്മകളും അള്ളാഹു എഴുതി വെക്കുന്നുണ്ട്. ഫകുൻ കമാ ശിഅ്ത, അതുകൊണ്ട് നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ. ഫകുൻ കമാ ശിഅ്ത, നിന്റെ ഇഷ്ടം പോലെ നീ ജീവിച്ചോളൂ. കമാ തദീനു തുദാൻ, എന്താണോ നീ കൊടുത്തത് അതാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. എന്താണോ നീ ചെയ്തത് അതാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത്. കമാ തദീനു തുദാൻ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നിനക്ക് ആസ്വദിക്കാനുള്ളതാണ്. നന്മയാണെങ്കിൽ ആസ്വദിക്കാം, തിന്മയാണെങ്കിൽ അനുഭവിക്കാം. കമാ തദീനു തുദാൻ, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. നന്മ ചെയ്താൽ അതൊരിക്കലും നശിച്ചു പോകൂല. തിന്മ ചെയ്യുന്നവർ ഒരിക്കലും ആ ചിന്മകൾ മറന്നുപോകൂല, മറക്കപ്പെടൂല, അല്ലാഹു മറന്നുപോകൂല. അതേപോലെ എല്ലാം നോക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന അല്ലാഹു ഒരിക്കലും ഉറങ്ങുകയില്ല. ഫകുൻ കമാ ശിഅ്ത, എങ്ങനെയാണോ നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നീ ജീവിച്ചോ. പക്ഷെ ജീവിതം നീ തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. നിന്റെ ജീവിതത്തിനനുസരിച്ചാണ് അള്ളാഹു നിന്നോട് തിരിച്ചു പെരുമാറുന്നത്. കമാ തദീനു തുദാൻ, നീ നൽകിയതാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. നീ വിത്തിടുന്നുണ്ട്, ആ വിത്തിൽ നിന്ന് എന്താണോ നീ വിത്തിടുന്നത് അതാണ് നിനക്ക് കൊയ്തെടുക്കാനുള്ളത്. അല്ലാതെ നീ നൽകിയതല്ലാതെ ഒന്നും നിനക്ക് തിരിച്ചു കിട്ടൂല എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, നീ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നിനക്ക് ദുനിയാവിലും കിട്ടുന്നത്, ആഖിറത്തിലും കിട്ടുന്നത്. നന്മയുടെ ആളുകളാണെങ്കിൽ അല്ലാഹു തആല അവർക്ക് ദുനിയാവിലെ സുഖങ്ങളും നൽകും, ആഖിറത്തിലെ സുഖങ്ങളും നൽകും. മൻ അമില അമലൻ സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണായാലും പെണ്ണായാലും നന്മ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് വളരെ സന്തുഷ്ടമായ ജീവിതമായിരിക്കും. നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, വളരെ മനോഹരമായ ജീവിതമാണ് അല്ലാഹു നൽകാൻ പോകുന്നത്. ദുനിയാവിൽ മാത്രമാണോ? അല്ല, ആഖിറത്തിലും അതുപോലെയാണ്. നേരെ മറിച്ച് തിന്മ ചെയ്യുന്നവരാണെങ്കിൽ വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ, എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നവർ, എന്റെ സ്മരണയിൽ നിന്ന് മാറി നിൽക്കുന്നവർ, അത്തരം ആളുകൾക്ക് ഞാൻ നൽകാൻ പോകുന്നത് വളരെ കുദുസായ ജീവിതമാണ്. ജീവിതം രണ്ട് സ്റ്റൈലിലാണ്. മനുഷ്യന്റെ ജീവിതം രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഉണ്ടാവുക. ഒന്ന് കുദുസായ ജീവിതം, രണ്ട് വളരെ വിശാലമായ ജീവിതം, സന്തോഷം നിറഞ്ഞ ജീവിതം, ദുഃഖം നിറഞ്ഞ ജീവിതം. ഈ രണ്ട് രീതിയിലാണ് ആളുകൾ ജീവിക്കുന്നത്. നല്ല സന്തോഷത്തോടുകൂടി, എന്നും വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത്, എന്നും വലിയ പ്രയാസത്തോടുകൂടി ജീവിക്കുന്നത്, അതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. മൻ അമില അമലൻ സ്വാലിഹാ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന പുരുഷനായാലും സ്ത്രീയായാലും അല്ലാഹു അവർക്ക് പകരം നൽകുന്നത്, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് പകരം നൽകുന്നത് ഹയാതൻ തയ്യിബ, വളരെ മനോഹരമായ ജീവിതമാണ്. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നവർ, അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ, അവർക്ക് ഞാൻ നൽകുന്നത് എങ്ങനെയാണ്? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ, വളരെ കുദുസായ ഭാരം നിറഞ്ഞ ജീവിതമാണ്, ടെൻഷനുകൾ നിറഞ്ഞ ജീവിതമാണ് അത്തരം ആളുകൾക്ക് അല്ലാഹു നൽകുന്നത്. അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത്, സന്തുഷ്ടമായ ജീവിതം നയിക്കണോ അല്ല കുദുസായ ജീവിതം നയിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ സ്വയം തീരുമാനമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഒരാളെയും അല്ലാഹു വെറുതെ ആക്രമിക്കുന്നില്ല, ഒരാളെയും അല്ലാഹു വെറുതെ ശിക്ഷിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, മനുഷ്യൻ
ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഫബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ടാണ് അല്ലാഹു മനുഷ്യന് ശിക്ഷയും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നൽകുന്നത്. വമാ വലംനാഹും, ഒരാളെയും ഞാൻ ആക്രമിച്ചിട്ടില്ല, പക്ഷേ അവർ സ്വയം അക്രമത്തെ ചോദിച്ചു വാങ്ങിയവരാണ്. വലാകിൻ കാനൂ, അവർ സ്വയം ആക്രമിച്ചവരാണ്, അവർ സ്വയം അക്രമത്തെ ചോദിച്ചു വാങ്ങിയവരാണ്. ഞാൻ ഒരാളെയും ആക്രമിച്ചിട്ടില്ല. എങ്ങനെയാണ് ഒരാൾ അക്രമത്തെ ചോദിച്ചു വാങ്ങുന്നത്? അവരുടെ പ്രവർത്തനങ്ങളും ഒരു മനുഷ്യന്റെ ചെയ്തിയും പ്രവർത്തനങ്ങളുമാണ് അക്രമങ്ങളെ ചോദിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ സന്തുഷ്ടമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതിനുള്ള പരിഹാരം അള്ളാഹുവിന്റെ പാത, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന വഴി നമ്മൾ പിന്തുടരുക എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, മയ്യഖുദു അന്നി ഹാദിഹിൽ കലിമാത്ത്, ഞാനൊരു വഅദ് പറയാൻ പോവുകയാണ്, ഞാനൊരു വഅദ് പറയാൻ പോവുകയാണ്. ആരാണ് ഈ വഅദ് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നതാരാ? ഒരു വഅദിന് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ട ലക്ഷ്യം ഒന്ന് വഅദ് കേൾക്കണം എന്നുള്ളതാണ്. വഅദ് കേൾക്കണം. വഅദിന് വന്നിട്ട് ഗെയിം കളിക്കണം, സദസ്സിലിരുന്നിട്ട് അങ്ങനെ കളിക്കാവുന്നതാണ്. 2, 3, 4 ചെറുപ്പക്കാർ ഒന്നിച്ചിരുന്നാൽ മൊബൈൽ ഫോൺ എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാനും കിക്ക് ചെയ്യാനും ബോംബിടാനും ഒക്കെ കഴിയും. മൊബൈൽ ഫോണിലൂടെ ഒരു ഗ്രൂപ്പ് ഗെയിം കളിക്കാൻ പറ്റും. അപ്പുറത്തേക്ക് ഇതിൽ അങ്ങനെ ചില ആളുകൾ കളിക്കാറുണ്ട്. ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ സദസ്സിലിരുന്നിട്ട് കളിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ വന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങും. തുടക്കം മുതൽ അവസാനം വരെ കിടന്നുറങ്ങും. പിന്നെ ഇരിക്കും. ചിന്തയൊക്കെ വേറെ എവിടെയോ ആണ്, ഈ ഭാഗത്തൊന്നുമല്ല. വേറെ നടക്കും ചിന്തകൾ. ഇങ്ങനെ രാവിലെ ആശ്രയിച്ചതും സ്കൂളിൽ പോയതും തിരിച്ചു വന്നതും ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലാണ്. പിന്നെ വളണ്ടിയർമാരൊക്കെ ആയാൽ പിന്നെ വളണ്ടിയർമാരുടെ തിരക്കാണ്, അവർക്ക് പിന്നെ വാലുകൾക്കാണ് സമയം ഉണ്ടാവില്ല. ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ വാലിന് വരുന്ന നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം 3 എണ്ണമാണ്. അതിലൊന്ന് ഈ വാലിൽ എന്തായി പറയുന്നത് എന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. ഒന്ന് പഠിക്കണം, പറയുന്നത് പഠിക്കണം. 2 അത് ജീവിതത്തിൽ പകർത്തണം. 3 അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് 3 നിങ്ങളുടെയൊക്കെ മുമ്പിലുള്ള ബാധ്യത. വാല് പറയുന്ന ആളുകളുടെ മുമ്പിൽ മാത്രമൊന്നുമല്ല ബാധ്യത, വാല് കേൾക്കുന്ന നിങ്ങൾക്കും ചില ബാധ്യതകളുണ്ട്. പഠിക്കണം, പകർത്തണം, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, മയ്യഖുദു അന്നി ഹൗലാഇൽ കലിമാത്ത്, ഞാൻ പറയാൻ പോകുന്ന വിഷയം പഠിക്കാൻ തയ്യാറുള്ളവർ ആരാണ്? ഫയഅമലു ബിഹിന്ന, പഠിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ പകർത്തണം. അത് കേട്ടാൽ മാത്രം പോരാ, ജീവിതത്തിൽ അത് പകർത്തണം. ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് മറ്റുള്ളവർ ജീവിതത്തിൽ പകർത്താൻ തൽപരരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, എത്തിച്ചു കൊടുക്കുന്ന തൽപരക്കാരായ ആളുകൾ ആരൊക്കെയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിനോട് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയാൻ പോകുന്ന വിഷയം ഞാൻ പഠിക്കാൻ തയ്യാറാണ്, ജീവിതത്തിൽ പകർത്താൻ തയ്യാറാണ്, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും തയ്യാറാണ്, ഞാനതിന് തയ്യാറാണെന്ന് പറഞ്ഞ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൈപൊക്കിയപ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ, എന്റെ കൈ പിടിക്കുകയുണ്ടായി. അബൂ ഹുറൈറയെ അടുത്തേക്ക് വിളിക്കുകയാണ് നബി തങ്ങൾ. ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ, എന്റെ കൈ പിടിച്ചുകൊണ്ട് 5 കാര്യങ്ങൾ നബി തങ്ങൾ എണ്ണി തന്നു. 5 കാര്യങ്ങൾ നബി തങ്ങൾ എണ്ണി തന്നു. ഇതൊരു സ്റ്റൈലാണ്, വാദിന്റെ ഒരു രീതിയാണ്. മക്കളോടൊക്കെ ഈ ഒരു രീതിയിലുള്ള സമീപനം വേണമെന്നാണ്. വിളിക്കേണ്ട രീതി നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മക്കളെ എങ്ങനെ വിളിക്കണം,
യാ ബുനയ്യ പൊന്നുമോനെ, യാ ഗുലാം കൊച്ചുമോനെ, ചെറിയ മോനെ, പൊന്നുമോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ സ്നേഹപ്രകടനങ്ങളായിരിക്കണം മക്കളെ വിളിക്കുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. മക്കളുടെ പേരിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് നമ്മൾ വിളിക്കേണ്ടത്. ഖുർആൻ അങ്ങനെയാണ് വിളിക്കുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശം അങ്ങനെയാണ് പറയുന്നത്. യാ ബുനയ്യ ഇന്നഹാ ഇതകു മിസ്ഖാല ഹബ്ബ, പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു 5-6ഓളം ഉപദേശങ്ങൾ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്നത്. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ശൈലി എങ്ങനെയായിരുന്നു? വഅദ് പറയുന്ന സമയങ്ങളിൽ ചില ആളുകളുടെ കൈ പിടിച്ചുകൊണ്ട് അവരുപദേശിക്കും, അവരടുത്ത് വിളിക്കും, അവരുടെ കൈ പിടിക്കും, മുസാഫഹത്ത് ചെയ്യും. ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നുണ്ട്, അന്നൽ മുസാഫഹത തസീദു ഫിൽ മവദ്ദ, മുസാഫഹത്ത് എന്നുള്ളത് പരസ്പരം കൈപിടിക്കുന്നത്, മുസാഫഹത്ത് ചെയ്യുന്നത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുമെന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ മാറോട് ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നു. വിദൂരത്തു നിന്ന് യാത്ര ചെയ്തു വരുന്ന മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസയെ റളിയല്ലാഹു അൻഹു വാതിൽ മുട്ടിയപ്പോ തന്റെ തുണി പോലും മുണ്ടുപോലും അല്ലാഹുവിന്റെ ഹബീബ് നേരെ ഉടുത്തിരുന്നില്ല. അതിങ്ങനെ നിലത്തുകൂടെ വലിച്ചുകൊണ്ട് സയ്യിദ് ഇബ്നു ഹാരിസയെ സ്വീകരിക്കാൻ ചെന്നിട്ട് അവരെ നെറ്റിത്തടങ്ങളിൽ ചുംബിച്ചതും അവരെ മുആനഖ ചെയ്തതുമൊക്കെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. മക്കളോടുള്ള പെരുമാറ്റം വളരെ സ്നേഹത്തോട് വേണം, മുസാഫഹത്ത് ചെയ്യണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന മക്കൾ ഉപ്പയോടും ഉമ്മയോടും സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സംവിധാനം നമ്മുടെ വീട്ടിലുണ്ടാവണം. ഇനി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ വീട്ടിലേക്ക് കയറുമ്പോ വീടിന്റെ അകത്തലങ്ങളിലുള്ള മാതാപിതാക്കളോട്, അകത്തലങ്ങളിലുള്ള കുടുംബങ്ങളോട് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് കയറി വരുന്ന ശീലമുണ്ടാവണം. അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യയോടും മക്കളോടും, മാതാവ് ആരായാലും ജോലിക്ക് പോകുമ്പോഴും അങ്ങാടിയിലേക്ക് പോകുമ്പോഴും സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുന്ന, കൈപിടിക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ്, സ്നേഹം വർദ്ധിക്കുമെന്നാണ്. യമനുകാരാണ് ആദ്യമായി മുസാഫഹത്ത് തുടങ്ങിയത്. മുസാഫഹത്ത് ചെയ്യാൻ തുടങ്ങിയത് യമനുകാരാണ്. അപ്പൊ മുസാഫഹത്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ മക്കളൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് മുസാഫഹത്ത് ചെയ്ത് ചില സമയങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബ് മാറോട് ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നു, ഷോൾഡറിൽ കൈവെക്കാറുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ സ്വഹാബാക്കളോട് പറയും, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദ് എന്നവരെ നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് വഅദ് തുടങ്ങുക. മോനെ നിന്നെ എനിക്ക് ഇഷ്ടമാണ്, മോനെ ഉപ്പയ്ക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളോട് ഉപദേശിക്കേണ്ടത്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വയസ്സ് പ്രായമുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന, അബ്ബാസ് തങ്ങളുടെ ചെറിയ കൊച്ചുമകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. തന്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് 10 വയസ്സ് പ്രായമുള്ള മകനോട് പോലും നബി തങ്ങൾ ഉപദേശിക്കുന്നുണ്ട്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്, പൊന്നുമോനെ നിനക്ക് ഞാൻ ചില വിഷയങ്ങൾ പറഞ്ഞു തരട്ടെ. യൻഫഉകല്ലാഹു ബിഹിന്ന, ആ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ വലിയ ഉപകാരം ചെയ്യുന്ന വിഷയങ്ങളാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാണ് ആ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എന്നും കൂടി പറഞ്ഞു കൊടുക്കണം. എന്താണ് അതിന്റെ നേട്ടമെന്ന്, അതിന്റെ പ്ലസ് പോയിന്റ് എന്താണ്, അതിന്റെ ഫലം എന്താണ് എന്നും കൂടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ചെറിയ മക്കൾക്ക് അത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുന്നത്. അത് ചെയ്യേ, ഇത് ചെയ്യേ, നിസ്കരിക്ക്, അങ്ങനെയല്ല പറയേണ്ടത്. നിസ്കരിക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ നേട്ടം കൂടി പറഞ്ഞു കൊടുക്കണം. നോമ്പെടുക്കാൻ നമ്മൾ പറഞ്ഞാൽ അതിന്റെ നേട്ടം കൂടി പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുകയാണ്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, പൊന്നുമോനെ ജീവിതത്തിൽ ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു. ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ, എന്നാൽ അല്ലാഹു നിന്നെയും സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ആരോടായി പറയുന്നത്? 10 വയസ്സുള്ള മകനോടാ പറയുന്നത്. ആലോചിച്ചു നോക്ക്, നമ്മുടെ 10 വയസ്സുള്ള മകന് എത്ര വലുപ്പുണ്ടാവും? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും? 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയായിരിക്കും.
ആ കുട്ടിയോടാണ് നബി തങ്ങൾ പറയുന്നത്, മോനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്താണ് അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുകളിലൂടെ സൂക്ഷിക്കാനുണ്ട്, ചെവിയിലൂടെ സൂക്ഷിക്കാനുണ്ട്, കാലുകളിലൂടെ സൂക്ഷിക്കാനുണ്ട്, ഹൃദയങ്ങളിലൂടെ സൂക്ഷിക്കാനുണ്ട്, നാവിലൂടെ സൂക്ഷിക്കാനുണ്ട്. മോനെ, നിന്റെ കണ്ണുകളിലൂടെ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു ഏറ്റെടുക്കുമെന്ന്. കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ്. അല്ലാഹുവിനെ കണ്ണിലൂടെ സൂക്ഷിക്കണം. എന്താണ് കണ്ണിലൂടെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഈ കണ്ണുകളിലൂടെ കാണാൻ പാടില്ലാത്തതൊന്നും കാണാൻ പാടില്ല, നിഷിദ്ധമാക്കിയതൊന്നും കാണരുത്, ഹറാമാക്കിയതൊന്നും കാണരുത്. ഹറാമായത് കാണൂല എന്ന ഉറപ്പ് തരികയാണെങ്കിൽ അല്ലാഹു തആല നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ്. 100 കഴിഞ്ഞിട്ടും കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടാത്തവരുണ്ട്, 90 കഴിഞ്ഞിട്ടും കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടാത്തവരുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ മറുപടി, ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്റെ കണ്ണുകൾ സൂക്ഷിച്ചതുകൊണ്ട് എന്റെ വാർദ്ധക്യത്തിൽ അല്ലാഹു എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി സൂക്ഷിച്ചു എന്നാണ്. അപ്പൊ കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു സൂക്ഷിക്കും. അല്ലാഹുവിന് വേണ്ടി കണ്ണുകളെ നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ചെവിയെ അല്ലാഹു സൂക്ഷിക്കും, ചെവിയുടെ കേൾവി ശക്തി അല്ലാഹു സൂക്ഷിക്കും. പ്രായമായാലും വയസ്സായാലും വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുകയാണെങ്കിൽ വരെ നമ്മുടെ കേൾവി ശക്തിക്ക് ഒരു തകരാറും സംഭവിക്കൂല. ഈ ചെവി അല്ലാഹുവിന് വേണ്ടി സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ, ഹറാമുകൾ കേൾക്കാതിരുന്നാൽ, മിസ്കുകളായാലും ഗീബത്തായാലും നമീമത്തുകളായാലും അശ്ലീല വർത്തമാനങ്ങളായാലും ഈ ചെവിയിലൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ ചെവിയുടെ കേൾവി ശക്തി അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ്. പിന്നെയുള്ളത് നമ്മുടെ നാവാണ്. നാവാണെങ്കിൽ ഹറാമിലേക്ക് പോവാതെ, കളവ് പറയാതെ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ ലോകത്ത് ബഹുഭൂരിഭാഗം ആളുകളും നരകത്തിൽ കിടക്കാൻ കാരണമാകുന്നത് അവരുടെ നാവ് കൊണ്ടായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി വഹൽ യകുബ്ബുന്നാസു അലാ മനാഖിരിഹിം ഇല്ലാ ഹസ്വാഇദു അൽസിനതിഹിം നബി തങ്ങളാണ് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ മനുഷ്യനും നരകത്തിലേക്ക് വീഴുമെങ്കിൽ അവരുടെ നാവ് കാരണത്താലായിരിക്കും വീഴുന്നത്. നിസ്കാരത്തിന് ഇവിടെ കുറവില്ല, ആർക്കും ആരാധനകൾക്ക് കുറവില്ല. ബഹുഭൂരിഭാഗം ആളുകളും തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരിക്കും, നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ജമാഅത്തിന്റെ പള്ളിയിലേക്ക് പോകുന്നവരായിരിക്കും, സ്വതക്ക കൊടുക്കുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, ജീവിതത്തിൽ നന്മകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നാവ് സൂക്ഷിക്കാൻ മടിയുള്ളവരാണ്. നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും അത്യാവശ്യത്തിന് വേണ്ടിയല്ലാതെ നാവ് ഉപയോഗിക്കരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ്. അല്ലേ, ആർക്കും ഇവിടെ തഹജ്ജുദില്ലാത്ത? തഹജ്ജുദിന്റെ കുറവാണോ? ഖിയാമുൽ ലൈലിന്റെ കുറവാണോ? സുന്നത്തിന്റെ കുറവാണോ? എന്താ കുറവുള്ളത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഒരാൾ അന്ത്യനാളിനെ കൊണ്ടും അല്ലാഹുവിനെ കൊണ്ടും വിശ്വസിക്കുകയാണെങ്കിൽ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഒന്നുകിൽ നാവ് എടുക്കുകയാണെങ്കിൽ, നാവ് ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വായ നിങ്ങൾ തുറക്കുകയാണെങ്കിൽ നല്ലതേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവരെ കുറിച്ചൊരു വാക്ക് പോലും പറയരുത്. കുറ്റങ്ങളാണെങ്കിൽ നല്ലത് പറയാം, ചീത്ത പറയരുത്. ഗീബത്തുകൾ വരരുത്, കളവ് വരരുത്, നമീമത്ത് വരരുത്. നമ്മുടെ നാവുകൾ കൊണ്ട് ഫിത്നയുണ്ടാക്കരുത്. നാവ് നിങ്ങൾ വായ തുറക്കുകയാണെങ്കിൽ നല്ലതിനു വേണ്ടിയല്ലാതെ വായ തുറക്കരുത്. ഇനി നല്ലതല്ല എന്ന് തോന്നിപ്പോയാൽ നിങ്ങൾ വായ തുറക്കരുത്, അത് പൂട്ടി വെക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളല്ലേ പഠിപ്പിച്ചത്. നാവ് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം കൊണ്ട് ഉറപ്പ് തരാമെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ നാവുകൾ ഹറാമിലകപ്പെടാതെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച രീതിയിൽ പരിശുദ്ധ ഇസ്ലാം കാണിച്ചു തന്ന വഴിയിൽ നാവ് സൂക്ഷിക്കുമെന്ന് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം കൊണ്ട് ഉറപ്പ് തരാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാവിലൂടെ ഹറാമുകൾ വരാതെ, മറ്റുള്ളവരുടെ ഗീബത്തോ നമീമത്തോ പറയാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെടുന്ന എത്രയോ ആളുകൾ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെടുന്നവർ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, മൗലീദ് പാരായണം ചെയ്തവർ, സിയാറത്ത് ചെയ്തവർ, അതേപോലെ മജ്ലിസുൻ നൂറിൽ പങ്കെടുത്തവർ, ഹദ്ദാദ് ചൊല്ലിയവർ, ബൈത്തുമാല പാടിയവർ, റബീഉൽ അവ്വൽ 12-ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം കൊണ്ട് ആഘോഷിച്ച സുന്നത്ത് ജമാഅത്തിന്റെ സാദാ പ്രവർത്തകരിൽ ബഹുഭൂരിഭാഗം ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെടുന്നത് കണ്ടവർ ഈ സദസ്സിലുണ്ടാവും.
കുടുംബത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിച്ച ആളുകൾ ഉണ്ടാവില്ലേ? എന്റെ കുടുംബത്തിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കുടുംബത്തിലെ ഒരാളുണ്ട്, രണ്ടാളുണ്ട്, അവരൊക്കെ സുന്നികളല്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മൗലീദ് പാരായണം ചെയ്തവർ, ഹദ്ദാദ് ചൊല്ലിയവർ, മജ്ലിസുൻ നൂറിൽ പങ്കെടുത്തവർ, റബീഉൽ അവൽ 12 അല്ലാഹുവിന്റെ ജന്മദിന ഹബീബിന്റെ ജന്മദിനം ആഘോഷിച്ചവർ, ഇതെല്ലാം ചെയ്ത നാടന്മാരായ ആലിമീങ്ങളെ കുറിച്ചോ പണ്ഡിതന്മാരെ കുറിച്ചോ സൂഫി വര്യന്മാരുടെ കഥകളൊന്നുമല്ല ഞാൻ പറയുന്നത്. സാധാ നാടന്മാരായ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾക്ക് ഇവിടെയും പിഴച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ മരണപ്പെടാൻ ഒരാൾക്ക് സാധിക്കുന്നത് അയാളുടെ നാവ് സൂക്ഷിക്കുമ്പോഴാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇതാ സ്വർഗ്ഗാവകാശി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും, താമസിയാതെ ഒരു സ്വർഗ്ഗക്കാരൻ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞു. സ്വഹാബാക്കളൊക്കെ ആകാംക്ഷയോടെ നോക്കിയപ്പോൾ അൻസാരിയായ ഒരു ചെറുപ്പക്കാരൻ ഇടത് കൈയിൽ ചെരുപ്പും പിടിച്ച് താടിരോമങ്ങളിലൂടെ ഉളൂഇന്റെ വെള്ളം ഇങ്ങനെ ഇറ്റിക്കൊണ്ട് പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് കയറി വരുന്നുണ്ട്. പിറ്റേ ദിവസവും നബി തങ്ങളും സ്വഹാബാക്കളും ഇരിക്കുമ്പോൾ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, ഇതാ ഒരു സ്വർഗ്ഗക്കാരൻ നിങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഇന്നലെ വന്നവരാണ് ഇന്ന് വന്നത്. ഇന്നും പറഞ്ഞു നബി തങ്ങൾ, ഇന്നും ഒരാൾ കടന്നു വരുമെന്ന്. 3 ദിവസം തുടർച്ചയായി കടന്നു വന്നത് ഒരേ ഒരാളാണ്. ചെരുപ്പ് ഇടത് കൈയിൽ പിടിച്ചിട്ട് ഉളൂഇന്റെ വെള്ളം താടിരോമങ്ങളിലൂടെ ഇറ്റ് വീഴുന്ന ഒരു അൻസാരിയായ ഒരു സഹോദരൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ ആനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങളാണെന്ന് തോന്നുന്നു. പഠിക്കാൻ തയ്യാറായി. എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗ്ഗക്കാരനായത്? നമ്മൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാൾ മരണപ്പെടുന്നുവെങ്കിൽ അയാൾ അങ്ങനെ മരണപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? അയാളുടെ പ്രത്യേകത നമ്മൾ പഠിക്കണം. നമ്മൾക്ക് അങ്ങനെ മരണപ്പെടണ്ടേ? ഒരാളുടെ ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനിടയിൽ 1000 വർഷം അയാൾ ജീവിച്ചാലും അയാളുടെ തിന്മകളെ കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആദ്യത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെങ്ങനെയാവുന്നു? ആദ്യത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെങ്ങനെയാവും? ഉമ്മമാരാണ്, സ്ത്രീകളാണ് അത് അധ്വാനിക്കേണ്ടത്. പ്രസവിച്ച മക്കളെ അനാവശ്യമായ സംസാരങ്ങൾ, പ്രസവിച്ച് മുലപ്പാല് നൽകുന്ന മക്കളുടെ മുമ്പിൽ നിങ്ങൾ നടത്തരുത്. അനാവശ്യമായ വർത്തമാനങ്ങൾ ഒരിക്കലും നമ്മുടെ മക്കളുടെ മുമ്പിൽ സംസാരിക്കരുത്. നിരന്തരമായി പാല് കൊടുക്കുമ്പോഴും തൊട്ടിൽ വെച്ച് ആട്ടുമ്പോഴൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊരു മനോഹരമായ താരാട്ടുപാട്ടാണിത്. മനോഹരമായ താരാട്ടുപാട്ടാണിത്. ഇത് പാടേണ്ട രീതിയിൽ പാടിയിട്ട് വേണം മുലപ്പാല് കൊടുക്കേണ്ടത്, കുട്ടിയെ നമ്മൾ ഉറക്കേണ്ടത്. നിരന്തരമായി ഈ പാട്ടാണ് നമ്മൾ, വേറൊരു പാട്ടും വേണ്ട. നിരന്തരമായി ഈ പാട്ടാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ താരാട്ട് പാട്ടായി ഉപയോഗിക്കുന്നതെങ്കിൽ ആ മക്കൾ ആദ്യമായി സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുമെന്നതിൽ സംശയമേ ഇല്ല. പിന്നെ ഉപ്പയാണ്, ഉമ്മയാണ്, ബാപ്പച്ചിയാണ്, ഉമ്മച്ചിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവട്ടെ മുഅ്മിനീങ്ങളെ. അങ്ങനെയായി കഴിഞ്ഞു. ഇനി ആ കുട്ടി മരണപ്പെടുന്ന സമയത്ത് അവസാനമായി സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അതിനിടയിൽ എത്രയോ നൂറുകണക്കിന് വർഷങ്ങൾ ജീവിച്ചാലും അവർ ചെയ്ത തിന്മകളെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യൂല എന്ന ഹദീസുകളിൽ കാണാം. അപ്പൊ നമ്മൾ പഠിക്കണം എങ്ങനെ ഇവർക്ക് അങ്ങനെ മരണപ്പെടാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, വലിയ വലിയ മഹാന്മാരുടെ മരണമൊന്നും വഫാത്തൊന്നുമില്ല. എത്തിപ്പറ്റ ഉസ്താദിന്റെയോ ആലമ്പാട് ഉസ്താദിന്റെയോ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് അവരുടെ ശംസുൽ ഉലമ ഇവരുടേതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇവരൊക്കെ പ്രഗത്ഭരായ മഹാന്മാരാണ്. സാധാരണ തനി നാടന്മാരായ ആളുകൾ എങ്ങനെ അവർക്ക് ഇങ്ങനെ മരണപ്പെടാൻ കഴിഞ്ഞു എന്നൊന്ന് പഠിക്കണം നമ്മൾ. നമ്മൾക്കപ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകത. അവർ നാവ് സൂക്ഷിച്ചു എന്നതായിരിക്കും. ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു ഖബറിൽ മരണപ്പെട്ടു പോയ മയ്യിത്ത് കണ്ട കഥകൾ നമ്മൾ കേട്ടവരാണ് ബഹുഭൂരിഭാഗം ആളുകളും. അവരെ കുറിച്ച് അവരുടെ മക്കൾ പറഞ്ഞത് നാവ് സൂക്ഷിക്കുകയും സൽസ്വഭാവി ആയിരുന്നു എന്നാണ്.
അതേപോലെ തന്നെ സ്വർഗ്ഗക്കാരനാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ അൻസാരിയായ സ്വഹാബിയുടെ പ്രത്യേകത എന്താണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായത്, അദ്ദേഹത്തിന് ഒരാളോടും ചുടിയില്ല, ഒരാളോടും പിണക്കമില്ല, ഒരാളോടും അസൂയയില്ല, ഒരാളോടും വൈരാഗ്യമില്ല, ഒരാളെ കുറിച്ചും വേണ്ടാത്തത് പറയാറില്ല, ഒരാളെ കുറിച്ചും വേണ്ടാത്തത് സംസാരിക്കാറില്ല, എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരെ കുറിച്ചും നല്ലതേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് അയാൾ സ്വർഗത്തിലെത്തിയത് എന്ന് പഠനം നടത്തിയ മഹാനായ സഹാബി വ്യക്തിക്ക് മനസ്സിലായി. അതേപോലെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഒരാൾ മരണപ്പെടുന്നത് ആഖിബത്ത് നന്നായി മരണപ്പെട്ടതിന്റെ ലക്ഷ്യമാണത്, ലക്ഷണമാണത്. എന്തുകൊണ്ട് അവർക്ക് സാധിച്ചു എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും അവർ നാവ് സൂക്ഷിച്ചവരാണ് എന്ന്. എന്റെ ഭാര്യ പിതാവ് അങ്ങനെ മരണപ്പെട്ട ആളാണ്. ജീവിതത്തിൽ നാവ് കൊണ്ട് ഒരാളെ പോലും വേദനിപ്പിക്കാത്ത വ്യക്തിയാണ് അദ്ദേഹം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത, വീട്ടിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളോ കോഴികളോ ഒരു പൂച്ചയെ പോലും ജീവിതത്തിൽ നോവിക്കാത്ത, നാവ് കൊണ്ട് മറ്റൊരാളെ കുറിച്ച് ഒരു വാക്ക് പോലും വേണ്ടാത്തത് പറയാത്ത വ്യക്തിയാണ് അദ്ദേഹം. വലിയ ആബിദൊന്നുമില്ല, വലിയ ഇബാദത്തൊന്നുമില്ല, സാധാ മനുഷ്യൻ. 5 നേരത്തെ നിസ്കാരം അത്രയുള്ളൂ, പ്രത്യേകമായിട്ട് വേറെ ഇബാദത്തൊന്നുമില്ല. പക്ഷേ നാവ് വളരെ പ്രധാനമാണ്. നാവ് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് നാവ്. മരണപ്പെട്ടപ്പോൾ ആളുകൾ പറഞ്ഞത് അദ്ദേഹം ഒരു മൃഗത്തെ പോലും ഒരു ജന്തുവിനെ പോലും നോവിക്കാത്തൊരു പച്ചപ്പാവമാണെന്ന്. അതുപോലെയാവണം നമ്മുടെ നാവ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈമാൻ സലാമത്തായി മരണപ്പെടാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറിയ 10 വയസ്സുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോടാണ് പറയുന്നത്, പൊന്നുമോനെ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കുമെന്ന്. ആ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് കണ്ണ്, സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ചെവി, സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് നാവ്. നാവ് സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഈമാൻ സലാമത്തായി മരണപ്പെടാനും ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം നൽകുമെന്നതിന് സംശയമില്ല. പിന്നെ നമ്മുടെ കാലുകളും നമ്മുടെ കൈകളും നമ്മുടെ ഹൃദയങ്ങളും എല്ലാം അല്ലാഹുവിന് വേണ്ടി സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് അപകടങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, ശർറായ ഖലായിൽ നിന്ന്, അല്ലാഹുവിന്റെ പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ സംരക്ഷിക്കാതിരിക്കില്ല. അല്ലാഹു തആല ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന്, സാഹിറന്മാരുടെ സിഹറിൽ നിന്ന്, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന്, അതേപോലെ അക്രമികളുടെ അക്രമങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ സംരക്ഷണം അത്ഭുതകരമായ രീതിയിൽ ആസ്വദിക്കാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബിതങ്ങൾ ഉപദേശിക്കുന്നത് അങ്ങനെയാണ്. വിളിക്കുമ്പോ ആ ഒരു സ്നേഹവും ആ ഒരു സ്നേഹപ്രകടനവും കാണണം. ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം കൊണ്ട് അവരെ വിളിക്കണം. യാ ഗുലാം, പൊന്നുമോനെ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? അത് ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് ഉപകരിക്കുമെന്നാ പറഞ്ഞത്. ഉപകാരമുള്ള വിഷയമല്ലേ ഇത്? എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ നീ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താമെന്ന്. മുമ്പിലേക്ക് അല്ലാഹുവിനും അപകട സമയങ്ങളിൽ അല്ലാഹു മുമ്പിലുണ്ടാകും പറഞ്ഞ ഉദാഹരണം ഞാൻ പറയാം. ചെറുവത്തൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്തൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, എന്റെ മഹല്ലുകാരനാണ്, മാലിക് ദിനാർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നിട്ട് പാളത്തിലൂടെ ട്രാക്കിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്നാണ് ട്രെയിനിന്റെ ഒരു ശബ്ദം, ചൂളം വിളി കേട്ടത്. എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ണിന് കാഴ്ചശക്തി ഇല്ലാതെ അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ശക്തമായ ശബ്ദം, ട്രെയിൻ വരുന്ന ശബ്ദമാണത്. ട്രെയിനിന്റെ ശബ്ദം അടുത്തടുത്ത് വരുമ്പോഴേക്കും ആരോ ഒരാൾ കടന്നു വന്ന് എന്നെ തള്ളിയിട്ടു, ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. എന്നിട്ട് എന്റെ കൈ പിടിച്ചു. നോക്കുമ്പോൾ ട്രെയിൻ കടന്നുപോയി. എന്റെ കൈ പിടിച്ചു. എങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാലിക് ദിനാറിലേക്കാണെന്ന്. എന്നിട്ട് എന്നെ മാലിക് ദിനാറിലേക്ക് കൊണ്ടുപോയി തിരിച്ചുപോയി. അദ്ദേഹം ആരാണെന്ന് അയാൾക്കറിയില്ല. നല്ലൊരു മനുഷ്യനാണ്, സദാസമയവും ദിക്ർ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആരാണ് രക്ഷപ്പെടുത്തിയത്? അതാണ് അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ മുമ്പിൽ അല്ലാഹുവിനെ കണ്ടെത്താൻ
മറക്കാം. ഇത്തരം അപകടമുള്ള സമയങ്ങളിൽ സഹായിക്കാൻ അല്ലാഹു കടന്നു വരുമെന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീകുണ്ടാരത്തിലേക്ക് വീണപ്പോ കത്തി അമർന്നു പോകുന്നതിന് പകരം അല്ലാഹുവിന്റെ അല്ലാഹു തആലയെ ജീവിതത്തിൽ സൂക്ഷിച്ചത് കാരണത്താൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ താടിരോമങ്ങളിൽ നിന്ന് ഒരു രോമം നരബാധിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. ഇന്നവരെ ഈ താടിരോമം നരബാധിക്കുന്നത് വരെ, അഥവാ എപ്പോഴാണ് ഒരാളുടെ താടിരോമം നരബാധിച്ചു തുടങ്ങുന്നത്? വയസ്സാകുമ്പോഴാണ് താടിരോമത്തിന് നരബാധിച്ചു തുടങ്ങിയാൽ അയാൾ വയസ്സന്മാരുടെ ലിസ്റ്റിലേക്ക് കയറി എന്നാണ് അർത്ഥം. അദ്ദേഹം പറയാണ്, ഇതുവരെ കണ്ണിമ വെട്ടുന്ന ഒരു തെറ്റുപോലും എന്റെ ജീവിതത്തിൽ വന്നില്ലല്ലോ, അൽഹംദുലില്ലാഹ്. കണ്ണിമ വെട്ടുന്ന ഒരു തെറ്റുപോലും ഞാൻ ചെയ്തിട്ടില്ല. ഏതുവരെ? താടിരോമം നിരക്കുന്നത് വരെ. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചത് കൊണ്ടാണ് തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ തീൻ അള്ളാഹു എസിയാക്കി മാറ്റിയത്, എയർ കണ്ടീഷന്റെ എയറാക്കി മാറ്റിയത്, ചൂടില്ലാത്ത തണുപ്പില്ലാത്ത നല്ലൊരു അന്തരീക്ഷമാക്കി മാറ്റിയത് അള്ളാഹുവിനെ സൂക്ഷിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു ഇത്തരം ഈ രീതിയിൽ അത്ഭുതകരമായ സഹായങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകാതിരിക്കില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂർത്ത കല്ലുകളുമായി ആക്രമിക്കാൻ വന്ന ഉമ്മു ജമീൽ എന്ന് പറയുന്ന അബൂലഹബിന്റെ ഭാര്യ അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി കൂർത്ത കല്ലുകളുമായി കടന്നു വന്നിട്ട് നബി തങ്ങളുടെ സമീപത്തേക്ക് എത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാതെ തിരിച്ചുപോയത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ അല്ലാഹു തആല മലക്കുകളെ ഇറക്കിക്കൊണ്ട് മറയിട്ട് കൊടുത്തത്, സിദ്ദീഖ് തങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് എവിടെ നിന്റെ മുഹമ്മദ് എന്ന് ചോദിച്ച്, മുഹമ്മദിനോട് പറ ഞാൻ ആരാണെന്ന്, നിന്റെ കുടുംബം ആരാണെന്ന് പറഞ്ഞേക്ക്, എന്നോട് കളിക്കരുത് എന്ന് പറഞ്ഞേക്ക്, ഈ കല്ലുകൊണ്ട് ഞാൻ മുഹമ്മദിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ച് തിരിച്ചുപോയത്. തൊട്ടുപുറത്ത് അല്ലാഹുവിന്റെ ഹബീബുള്ളത് കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിന്റെ മുമ്പിലേക്ക് അല്ലാഹു കടന്നു വരുമെന്നാണ്. അതേ ഹബീബ് തന്നെയാണ് പരിശുദ്ധമായ തൗറന്ന ഗുഹയിലിരിക്കുമ്പോൾ ശത്രുക്കൾ ഗുഹാമുഖത്തേക്ക് എത്തി. ആ സമയത്ത് അല്ലാഹു തആല പെടുന്നനെ ഒരു വൃക്ഷം നട്ടു വളർത്തുന്നത്, പെട്ടെന്ന് തന്നെ അത്ഭുതകരമായ ഒരു മരം നട്ടു വളർത്തുന്നത് ഗുഹയുടെ മുമ്പിൽ, പെട്ടെന്ന് തന്നെ പ്രാവിനോട് മുട്ടയിടാൻ പറയുന്നത്, ചിലന്തിയോട് വല നെയ്യാൻ പറയുന്നത്, എന്നിട്ട് പോലും ഗുഹാമുഖത്തേക്ക് എത്തിയ ശത്രുക്കൾക്ക് താഴോട്ട് നോക്കാനുള്ള മനസ്സ് കൊടുക്കാത്തത്, താഴോട്ട് നോക്കാനുള്ള ചിന്ത കൊടുക്കാത്തത്, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചതുകൊണ്ടും അല്ലാഹുവിൽ പൂർണ്ണമായി ബലമേൽപ്പിച്ചതുകൊണ്ടും അത്ഭുതകരമായ സഹായം അല്ലാഹു നൽകുകയാണത്. ഈ രീതിയിൽ നമ്മളൊക്കെ ചെയ്താൽ നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ചെവികളെ, നമ്മുടെ കാലുകളെ, നമ്മുടെ കൈകളെ, നമ്മുടെ നാവിനെയും നമ്മുടെ ഹൃദയങ്ങളെയും ഹറാമിലേക്ക് പോവാതെ ഇനി തീരെ ഹറാമിലേക്ക് പോവില്ല എന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യരാകുമ്പോ തെറ്റുകൾ വന്നേക്കാ, കണ്ണുകൾ കൊണ്ട് ഹറാമ് കണ്ടേക്കാ, കൈകൾ കൊണ്ട് ഹറാമ് ചെയ്തേക്കാ, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നേക്കാ, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് വേണ്ടാത്തത് ചിന്തിച്ചേക്കാം. പക്ഷേ ഇത്തരം തെറ്റുകൾ കടന്നു വരുന്ന സമയങ്ങളിൽ പെട്ടെന്ന് ബോധോദയമുള്ളവരാകണം നമ്മൾ. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാൻ തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ആരാണ് തഖ്വയുള്ളവർ? ആരാണ്? ഇന്നല്ലദീന തഖൗ, തഖ്വയുള്ള ആളുകൾ, തഖ്വയുള്ള ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാൻ, പൈശാചികമായ ചിന്തകൾ കടന്നു വന്നുപോയാൽ, അഥവാ ഒരു തെറ്റു ജീവിതത്തിൽ വന്നുപോയാൽ, തദക്കറൂ, അവരുടനെ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. അല്ലെങ്കിൽ തെറ്റു ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ തെറ്റിലേക്ക് അകപ്പെടാതെ തദക്കറൂ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. അതല്ല, ജീവിതത്തിൽ തെറ്റു വന്നുപോയാൽ ഉടനെ തന്നെ അല്ലാഹുവിനെ ഓർത്ത് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് മുത്തഖീങ്ങൾ. എല്ലാവരും തീരെ തെറ്റ് ചെയ്യൂല എന്നും പറയാൻ കഴിയില്ല. മലക്കുകളാണ് തെറ്റ് ചെയ്യാത്തവർ. അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കാത്തവരാണ് മലക്കുകൾ. എന്നാൽ മനുഷ്യന്മാർ അങ്ങനെയല്ല. മനുഷ്യന്മാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. മനുഷ്യരൊക്കെ തെറ്റുകാരാണ്, തെറ്റുകാരിൽ അല്ലാഹുവിന് ഇഷ്ടം തൗബ ചെയ്യുന്നവരോടാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്
അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം മഅസൂമായ ഒരാളും ലോകത്തേക്ക് കടന്നു വന്നിട്ടില്ല. മഅസൂം എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ഒരാളും കടന്നു വന്നിട്ടില്ല. അവസാനം അങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്ത ഒരാൾ അല്ലാഹുവിന്റെ ഹബീബാണ്. അഥവാ ഹബീബിന്റെ കാലശേഷം ആർക്കും തെറ്റുപറ്റാമെന്നാണ്. അങ്ങനെ തെറ്റുപറ്റിയ ആളുകളിൽ ഏറ്റവും നല്ലവർ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ തൗബ ചെയ്യുന്നവരാണ്. ആരാണോ ഇസ്തിഗ്ഫാർ വർദ്ധിക്കുന്നത്, ആരാണോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്, ആരാണോ ഖേദത്തോടുകൂടി അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ മടങ്ങുന്നത്, അവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. തൗബ ചെയ്യുന്നവർ ഇഷ്ടമാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർ ഇഷ്ടമാണ് അല്ലാഹുവിനെ. നാളെ ഖബറിലെത്തിയാൽ ഏറ്റവും ഉപകാരമുള്ളത് നമ്മൾ വർദ്ധിപ്പിച്ച ഇസ്തിഗ്ഫാർ ആയിരിക്കും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽപ്പെട്ട ചില ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ കബറിടം എങ്ങനെയാണ്, നിങ്ങളുടെ കബറിടത്തിന്റെ സ്ഥിതി എന്താണ്, നിങ്ങൾ കബറിടത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ, രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത്, ഞാൻ ജീവിതത്തിൽ വർദ്ധിപ്പിച്ച ഇസ്തിഗ്ഫാറുകൾ എനിക്ക് എന്റെ കബറിടത്തിലേക്ക് വലിയ ഉപകാരം ചെയ്തു എന്ന് സ്വപ്നത്തിലൂടെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഇസ്തിഗ്ഫാർ ആഖിറത്തിലും ദുനിയാവിലും വലിയ നേട്ടമാണ്. ദുനിയാവിലും വലിയ നേട്ടമാണ്. അത് സമ്പത്ത് അല്ലാഹു നൽകുന്നതാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ ഇലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും മൻ. എങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുമെന്നറിയോ? നമ്മുടെ ഈ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഇങ്ങോട്ടേക്ക് അല്ലാഹു ഡൈവേർട്ട് ചെയ്യും. നീ ആരോഗ്യമുള്ള സമയത്ത് സുബഹിയും തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ട്. രോഗിയായതുകൊണ്ട് നിസ്കരിക്കാത്തതാണ്. ഒന്നും നിസ്കരിക്കാതെ തന്നെ കൂലി കിട്ടും. ആരോഗ്യമുള്ള സമയത്ത് ജമാഅത്തിന് പോയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ രോഗിയായതുകൊണ്ട് നിനക്ക് പോകാൻ കഴിയാത്തത്, പോവാതെ തന്നെ കൂലി കിട്ടും. ആരോഗ്യമുള്ള സമയത്ത് ഖുർആൻ ഓതിയിട്ടുണ്ടോ? ഉണ്ട്. രോഗിയായതുകൊണ്ട് ഓതാൻ കഴിയാത്തത്, ഓതാതെ തന്നെ കൂലി കിട്ടും. 10 വർഷം രോഗിയായിട്ട് കിടന്നാലും 10 വർഷവും നല്ല പ്രതിഫലം കിട്ടും. ഒരു അധ്വാനവും ഇല്ലാതെ. അതേപോലെ യാത്രക്കാർക്കും അങ്ങനെ എക്സ്ക്യൂസ് ഉണ്ട്. നാട്ടിലുണ്ടാകുന്ന സമയങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിച്ച് ഇബാദത്ത് എടുക്കുന്ന ആളുകൾ ഒരുപക്ഷേ ദീർഘദൂര യാത്രകളിൽ അവർക്ക് അമൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ നീ നാട്ടിൽ എങ്ങനെയാണോ ജീവിക്കുന്നത്, ആ അമലുകൾ അള്ളാഹു നിന്റെ യാത്രയിലേക്ക് ഡൈവേർട്ട് ചെയ്യുമെന്നാണ്. യാത്രയിൽ നീ നിരന്തരമായി സുന്നത്തുകൾ നിസ്കരിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, സുന്നത്ത് നോമ്പുകൾ എടുക്കാറുണ്ട്. നാട്ടിലുണ്ടാകുന്ന സമയങ്ങളിൽ യാത്രയാകുമ്പോൾ നിനക്ക് ഇതൊന്നും സാധിക്കുന്നില്ല, കുഴപ്പമില്ല. നിന്റെ ആ നാട്ടിലുണ്ടാകുന്ന സമയത്തുള്ള ആരാധനകളെ, ഇബാദത്തുകൾ അല്ലാഹു ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യും. അല്ലാഹു പറയാണ്, നബിതങ്ങൾ പറയാണ്, തഅറഫ് ഇലൈഹി ഫിർ റഖാ. നിന്റെ സന്തോഷവും ആരോഗ്യമുള്ള സമയത്ത് നീ റബ്ബിന്റെ കൂടെ നിന്നാൽ യഅരിഫുക ഫിശ്ശിദ്ദ. നിന്റെ പ്രയാസമുള്ള സമയങ്ങളിൽ നിന്നെ സഹായിക്കാൻ അല്ലാഹു ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജീവിതത്തിന്റെ അവസാനം വരെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവാൻ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതിരിക്കാൻ, നമ്മുടെ പാദങ്ങൾ പതറാതിരിക്കാൻ വേണ്ടി സന്തോഷവും ആരോഗ്യവും സമ്പത്തുമുള്ള സമയങ്ങളിൽ അല്ലാഹുവിനെ മറക്കാതെ കണ്ണുകളും കൈകളും ശരീരങ്ങളും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് നബി തങ്ങൾ 5 ഉപദേശങ്ങൾ നൽകാൻ പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വഅദിന് വരുന്ന ആളുകളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം 3 വിഷയങ്ങളാണ്. പ്രധാനപ്പെട്ട വിഷയം 3 കാര്യങ്ങളാണ്. 1 പഠിക്കണം, 2 പകർത്തണം, 3 മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കണം. ഇതൊക്കെ ഇൽമന്നാണ്. ഈ ഇൽമ എന്ന് പറഞ്ഞാൽ ആകെ സ്ഥാപനത്തിൽ നിന്നും മദ്രസയിൽ നിന്നും കിട്ടുന്നത് മാത്രമാണെന്ന് വിചാരിക്കണ്ട. ഈ വഅദിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഇൽമന്നാണ്. അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നാളെ മഹ്ശറ ലോകത്ത് ഉപകരിക്കുന്ന മറ്റൊരു വലിയൊരു നേട്ടമായി മാറുമത്.
നമ്മൾ നമ്മുടെ ഇൽമ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ നമ്മുടെ മരണശേഷവും നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുന്ന വലിയൊരു നേട്ടമായത് മാറും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിക്കൊടുക്കുകയാണ്. ഒന്നാമത്തേത് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം അബൂ ഹുറൈറ, തഖ്വയുള്ളവനാകണം അബൂ ഹുറൈറ. എങ്കിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ തകുന്ന അബദന്നാസ്, ഏറ്റവും നല്ല ആരാധന. ഇപ്പൊ നമ്മൾക്കൊക്കെ നിസ്കരിക്കുമ്പോ ആ ഒരു ലദ്ദത്ത് കിട്ടുന്നുണ്ടാവില്ല അല്ലെ? നിസ്കാരത്തിൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഒരു കളി കാണുമ്പോഴുണ്ടാകുന്ന ഒരു ഹരം നിസ്കാരത്തിൽ നമ്മൾ കിട്ടുന്നുണ്ടാവില്ല. സിനിമ കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു രസം നിസ്കാരത്തിൽ കിട്ടുന്നുണ്ടാവില്ല. കളി കാണുമ്പോൾ ഒരു കളി 5 മണിക്ക് കളി തുടങ്ങി ഒരു 6 മണിയാകുമ്പോൾ നിർത്താമെന്ന് കൂടെയുള്ളവർ പറഞ്ഞാലും വേറെ ചില ആൾ ബാങ്ക് കൊടുക്കാൻ 6:30 മണി വരെയൊക്കെ പോവാ എന്നൊക്കെ പറഞ്ഞു നിർത്തും. എന്നാൽ തറാവീ നിസ്കാരം 8:35 തീരേണ്ടത് 8:40 അയാൾക്ക് വലിയ ക്ഷീണമായിരിക്കും. സുബഹി നിസ്കാരത്തിന് 1 മിനിറ്റ് കൂടി പോയാൽ വലിയ ക്ഷീണമായിരിക്കും. എന്തുകൊണ്ട്? ആ ഒരു ലദ്ദത്ത് കിട്ടാത്തത് കൊണ്ടാണ്, ആ ഒരു മാധുര്യം, ആ ഒരു ടേസ്റ്റ് കിട്ടാത്തത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ കളി കണ്ട് വൈകുന്നേരം 5 മണിക്ക് തുടങ്ങിയ 6 മണി 7 മണി 8 മണി ആയാലും മടുപ്പില്ല. അത് ഏകദേശം ഒരു 10-12 മണിയാകുമ്പോഴേക്കും 11 മണിയാകുമ്പോഴേക്കും ഇങ്ങനെ ക്ഷീണം വരും, ലദ്ദത്ത് കിട്ടാത്തതുകൊണ്ടാണ്. സ്വഹാബാക്കളിൽ ചില ആളുകൾ വഫാത്താകുന്ന സമയത്ത് ഇൽമിന്റെ സദസ്സുകളെ ഓർത്തിട്ട് ഖേദിച്ചിട്ടുണ്ടെന്നാണ്. എനിക്ക് മരണത്തെ വലിയ വിഷമമാണ്, മരണപ്പെടുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട്, വലിയ പ്രയാസമുണ്ട്. ഒന്ന്, നട്ടുച്ചയ്ക്ക് ശക്തമായ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യങ്ങളിലൂടെ പ്രയാസങ്ങൾ സഹിച്ച് ദാഹിച്ചുകൊണ്ട് നോമ്പെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു രസം ഇനി മരണപ്പെട്ടാൽ എനിക്ക് കിട്ടൂലല്ലോ, വിഷമം. ഒന്ന് മനസ്സിലായോ? നമ്മുടെ നാട്ടിലുള്ള ചൂടല്ല, മക്കയിലുള്ളത് മദീനയിലുള്ളത്. ശക്തമായ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ദാഹം കൊണ്ട് സഹിക്കാൻ കഴിയാതെ ദാഹിച്ചുകൊണ്ട് നട്ടുച്ച സമയത്ത് അള്ളാഹുവിന് വേണ്ടി ദാഹം സഹിച്ചുകൊണ്ട് നോമ്പെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം, അതൊരു സുഖമാണ്. നമ്മൾക്കതൊരു പ്രയാസമാണ്, അവർക്കതൊരു സുഖമാണ്. ആ ഒരു സുഖം മരണപ്പെട്ട് ഖബറിൽ കിടന്നാൽ എനിക്ക് കിട്ടില്ലല്ലോ എന്നോർത്ത് എനിക്ക് മരണപ്പെടാൻ തന്നെ വേദനയാണ്, ബേജാറാണെന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോയ സ്വഹാബാക്കളുണ്ട്. മരം കോച്ചുന്ന തണുപ്പുകളിൽ വിറയാർന്ന കൈകളുമായി തണുത്തുറച്ച വെള്ളത്തിൽ വുദൂ ചെയ്ത് തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം, നമ്മൾക്കത് സുഖമല്ല. നമ്മൾക്കത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. തണുപ്പുള്ള രാത്രികളിൽ സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നത് തന്നെ നമ്മൾക്ക് പേടിയാണ് അല്ലേ? ബൈക്കിലൊക്കെ പോയാ പഠിച്ചോനെ വിറച്ചു അവിടെ തന്നെ പോകണം, അത്രയ്ക്കും തണുപ്പായിരിക്കും. എന്നാൽ മഹാന്മാരായ സ്വഹാബാക്കൾക്ക് മരം കോച്ചുന്ന തണുപ്പുകളിൽ അവിടുത്തെ തണുപ്പ് ഇവിടുത്തെ തണുപ്പ് പോലെയല്ല, അല്ലാത്ത തണുപ്പായിരിക്കും. ചില സീസണുകളിൽ രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി തണുത്ത വെള്ളത്തിൽ വുദൂ ചെയ്ത് നിസ്കരിക്കുമ്പോഴുണ്ടാകുന്ന രസം ഖബറിൽ പോയാൽ എനിക്ക് കിട്ടില്ലല്ലോ എന്നോർത്ത് മരണപ്പെടാൻ വിഷമത്തോടെ മരണത്തെ മുന്നിട്ടവരുണ്ട്, നേരിട്ടവരുണ്ട്. മൂന്നാമത്തേത് അവർ പറഞ്ഞത് ഇൽമിന്റെ സദസ്സിലിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം, വഅദിന്റെ സദസ്സിലിരിക്കുമ്പോഴുണ്ടാകുന്ന സുഖം. പരസ്പരം ഇൽമ ചർച്ച ചെയ്യുമ്പോ ഇൽമിയായ ദീനിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സിലിരിക്കുമ്പോഴുള്ള സുഖം ഇനി ഖബറിൽ പോയാൽ എനിക്ക് കിട്ടില്ലല്ലോ എന്നോർത്ത് മരണപ്പെടുന്ന സമയത്ത് വേദനയോടെ കരഞ്ഞവരുണ്ട് സ്വഹാബാക്കളിൽ. അപ്പൊ നമ്മൾക്കിതൊരു പ്രയാസമാണെന്ന് തോന്നുന്നത് നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണത്. ആ ഒരു ഈമാനികമായ ലദ്ദത്ത് നമ്മൾക്ക് കിട്ടിയാൽ സുബഹി വരെ നീണ്ടാലും പ്രയാസം തോന്നൂല, നിസ്കാരം സുബഹി വരെ നീണ്ടാലും പ്രയാസം തോന്നൂല. മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ എന്നവരാണ് സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ട് നിസ്കരിക്കാൻ തുടങ്ങിയത്. നിസ്കരിച്ച് ഒരു ശത്രുവിന്റെ അമ്പ് ശരീരത്തിലേക്ക് ഏൽക്കുകയാണ്. യുദ്ധം കഴിഞ്ഞിട്ട് മഹാനായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സ്വഹാബാക്കളും മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. രാത്രിയായപ്പോൾ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു, ഒരു ടെന്റൊക്കെ കെട്ടി അവരവിടെ ക്യാമ്പ് ചെയ്യാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഇന്ന് രാത്രി കാവൽ നിൽക്കാൻ തയ്യാറുള്ളവർ ആരാണ്? സ്വഹാബാക്കൾ ഉറങ്ങുമ്പോ കാവൽ നിൽക്കണ്ടേ? എല്ലാരും ഉറങ്ങുമ്പോ ആരും കാവൽ നിന്നില്ലെങ്കിൽ ശത്രുക്കൾ തിരിച്ചു വന്നിട്ട് ടെന്റ് അടക്കം അടിച്ചു മാറ്റൂലേ? അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളൊക്കെ ഉള്ള സദസ്സല്ലയോ ടെന്റ് അല്ലയോ? അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോ രാത്രി ആരാ കാവൽ നിൽക്കുക? അപ്പോഴാണ് 2 പേര് എണീറ്റ് നിന്നത്. അതിലൊന്ന് മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ എന്നവർ, 2 അമ്മാർ ഇബ്നു യാസിർ എന്നവർ.
രണ്ടുപേരും പറഞ്ഞു നഹ്നു അനയാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ നിന്നോളാം, കാവൽ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരെ ഏൽപ്പിച്ചു. രണ്ടുപേര് ചർച്ച ചെയ്തു. അബ്ബാദ് എന്നവര് പറഞ്ഞു ഞാൻ ആദ്യം നിൽക്കാം. ഒന്ന് എണീറ്റുന്നോളൂ എല്ലാവരും, ഒന്ന് എണീറ്റുന്നോളൂ, ഒന്ന് എണീറ്റേക്ക്. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയൊക്കെ ഉള്ള ആളുകൾ തിരിച്ചെത്തിയോ? എവിടൊക്കെയോ പോയിട്ടുണ്ടാവും ചിലപ്പോ. ഇങ്ങനെ പോകുമ്പോ ചിന്ത എവിടൊക്കെയോ എത്തും. എല്ലാരും തിരിച്ചു വന്നില്ലേ? ഇവിടെ എത്തിയില്ലേ? സദസ്സിലെത്തില്ലേ? മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ എന്നവരും അമ്മാർ ഇബ്നു യാസിർ എന്നവരും പറഞ്ഞു നബിയെ ഞങ്ങൾ കാവൽ നിന്നോളാം, ഞങ്ങൾ കാവൽ നിന്നോളാം. അപ്പൊ അബ്ബാദ് എന്നവർ പറഞ്ഞു അമ്മാർ തങ്ങളോട് നീ ഉറങ്ങിക്കോ, രാത്രിയുടെ ആദ്യ പകുതി ഞാൻ കാവൽ നിൽക്കാം, പിന്നെ ഞാൻ നിന്നെ വിളിക്കാം, ഒരു 12-1 മണിയാകുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചോളാം. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ശ്മശാന മൂഖതയാണ് അവിടെ. കൂരിരുട്ടിൽ ശബ്ദങ്ങളില്ല. പറവകളും മൃഗങ്ങളുമെല്ലാം കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ശബ്ദം പോലും ഇല്ലാതെ ഇരുട്ടത്ത് തനിച്ചായി മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ എന്നവർ കാവൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നത്. പെട്ടെന്നൊരു ചിന്ത കടന്നു വന്നു. ആരും കാണാത്തൊരു സമയമാണ്. മൃഗങ്ങളും പക്ഷികളും പറവകളും ഉറങ്ങുന്ന സമയം. ഇവിടെയുള്ള മൃഗങ്ങൾ, ഇവിടെയുള്ള മരങ്ങളും പച്ചിലകളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്ന സമയം. ഞാനും എന്റെ റബ്ബും മാത്രം കാണുന്ന സമയമാണത്. ഞാനും എന്റെ റബ്ബും മാത്രം അറിയുന്ന സമയമാണത്. അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചാൽ എന്തേ എന്ന് വിചാരിച്ച് ആ ശബ്ദമുണ്ടാക്കാതെ വുളൂ ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ പോവുകയാണ്. നിസ്കരിക്കാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹ ഓതി. എന്നിട്ടോ ഫാത്തിഹ കഴിഞ്ഞ ഉടനെ അദ്ദേഹം തുടങ്ങുന്നത് സൂറത്തുൽ കഹ്ഫാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജഅൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂനസ് സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ ഹസനാ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ, ഖുർആനിനെ ഇറക്കി തന്ന അല്ലാഹു. വലം യജഅൽ ലഹു ഇവജാ, ഈ പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു തആല വക്രതയുള്ളതാക്കിയില്ല, വളഞ്ഞതാക്കിയില്ല. പിന്നെ എങ്ങനെയാണ് ആക്കിയത്? ഖൈമൻ, തികച്ചും ശരിയായ ഒരു ഗ്രന്ഥം. ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു, തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനും നന്മ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനുമുള്ള വളരെ മഹത്തായ ഗ്രന്ഥമായിട്ട് അല്ലാഹു ഇറക്കിയില്ലേ. അൽഹംദുലില്ലാഹ്. സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഓതി 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 ഇതിന്റെ മനോഹരമായ അർത്ഥങ്ങളിൽ ലയിച്ച് വല്ലാതെ ഇങ്ങനെ ഖുർആൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യുദ്ധം കഴിഞ്ഞ് സ്വഹാബാക്കൾ തിരിച്ചു വരികയാണല്ലോ. ആ യുദ്ധത്തിൽ നിന്ന് ഏതോ ഒരാൾ തന്റെ കുടുംബത്തിലെ ഏതോ ഒരാളെ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ പ്രതികാരമെടുക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളിൽ നിന്ന് 1, 2, 3 ആളുകളുടെ രക്തം ചിന്താതെ ഞാൻ തിരിച്ചു വരൂല എന്ന വാശിയോടുകൂടി ആവനാഴിയിൽ അസ്ത്രം നിറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെയും സ്വഹാബാക്കളെയും ലക്ഷ്യമാക്കി കടന്നു വന്നതാണ്. അപ്പോഴാണ് ടെന്റ് കണ്ടത്. അപ്പോഴാണ് ഇരുട്ടിന്റെ മറവിൽ ഒരു കാവൽക്കാരനെ കണ്ടത്. ആരാരും അറിയാതെ വളരെ വിദൂരത്ത് നിന്ന് മഹാനായ അബ്ബാദ് ഇബ്നു ബിശ്ർ എന്നവരുടെ ശരീരത്തിലേക്ക് അസ്ത്രം എയ്തുവിടുകയാണ്. ശരീരത്തിന്റെ പച്ച മാംസത്തിലേക്ക്, ഇറച്ചിയിലേക്ക് അസ്ത്രം ഇങ്ങനെ തുളച്ചു കയറി. രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. പക്ഷേ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ മനോഹരമായ പാരായണം കൊണ്ട് ഖുർആൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ അബ്ബാദ് തങ്ങൾക്ക് വേദന അറിഞ്ഞില്ല. നിസ്കാരം നിർത്താൻ അദ്ദേഹം തയ്യാറായതുമില്ല. നിസ്കാരം തുടരുകയാണ്. വീണ്ടും ശരീരത്തിലേക്ക് ഒരു അസ്ത്രം കയറി. വീണ്ടും ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് നിസ്കാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും അതാ 3ാമതൊരു അസ്ത്രം അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയപ്പോ വേദന കൊണ്ടല്ല,
വേദന കൊണ്ടല്ല, ഞാനെങ്ങാനും എന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് മരണപ്പെട്ടു പോയാൽ ആ ശത്രു നേരെ ടെന്റിലേക്ക് കടന്നു വന്നിട്ട് എന്റെ ഹബീബിനെ വധിക്കാൻ സാധ്യതയുണ്ടല്ലോ. എന്റെ ഹബീബല്ലയോ എനിക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്, ഹബീബ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യാതെ ഞാൻ മരണപ്പെടേണ്ടി വരുമല്ലോ എന്ന പേടിയോടെ നിസ്കാരത്തിൽ നിന്ന് കൈയുപേക്ഷിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന മഹാനായ അമ്മാർ തങ്ങളെ വിളിക്കുകയാണ്. അമ്മാരെ ഒന്നെണീക്കണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അമ്മാർ തങ്ങൾ പറഞ്ഞു, എല്ലാ എന്ത് പറ്റി? ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുകയാണല്ലോ. അല്ല, ആരോ ഒരാൾ അസ്ത്രം ചെയ്തതാണ്. അപ്പൊ എന്തേ ആദ്യം തന്നെ ആദ്യത്തെ അസ്ത്രം വന്നപ്പോ എന്നെ വിളിച്ചുകൂടായിരുന്നു? അപ്പോഴാണ് മഹാനായ അബ്ബാദ് തങ്ങൾ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ വിളിക്കാനുള്ള കാരണം ഒരു ഉത്തരവാദിത്വം നബി തങ്ങൾ ഏൽപ്പിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വിളിക്കുമായിരുന്നില്ല. ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ എന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നാലും പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് എന്ന മനോഹരമായ ഖുർആൻ പാരായണം നിർത്തിക്കൊണ്ട് ഞാൻ സലാം വിട്ടാനോ നിസ്കാരത്തിൽ നിന്ന് കൈയുപേക്ഷിക്കാനോ ഞാൻ തയ്യാറാകുമായിരുന്നില്ല എന്ന് മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. ഇതാണ് ലദ്ദത്ത് എന്ന് പറഞ്ഞത്. ഇതാണ് ലദ്ദത്ത് എന്ന് പറഞ്ഞത്. ഇതേ ഒരു ലദ്ദത്താണ് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ എന്നവർക്ക് കിട്ടിയത്. ശരീരത്തിലേക്ക് ക്യാൻസർ ബാധിച്ച് കാല് മുറിക്കാൻ പറഞ്ഞപ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കൊടുത്താൽ ഡോക്ടർമാര് പറഞ്ഞു നിങ്ങൾക്ക് അനസ്തേഷ്യ ചെയ്യാമെന്ന്. ഡോക്ടർമാര് പറഞ്ഞു കള്ള് കുടിപ്പിക്കാമെന്ന്. കള്ള് കുടിച്ചിട്ട് മയക്കി കിടന്നു. വേണ്ട, ഹറാമ് കൊണ്ട് വേണ്ട, ലഹരി ഉപയോഗിച്ചിട്ട് വേണ്ട, എന്നാ പിന്നെ ഫലമായി പിടിച്ചിട്ട് അതും വേണ്ട. പിന്നെ നമ്മൾ അനസ്തേഷ്യ ചെയ്യുന്നത് പോലെ ഒന്ന് മയക്കി കിടത്തും. അള്ളാഹുവിനെ ഓർക്കാതെ എനിക്കൊരു സമയം വേണ്ട. എന്നാ പിന്നെ എങ്ങനെ കാല് മുറിക്കണല്ലോ, എങ്ങനെയാ മുറിക്കേണ്ടത്? അപ്പോഴാണ് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ പറഞ്ഞത്, ഞാൻ വുളൂ ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ തുടങ്ങും. നിസ്കാരത്തിൽ നിന്ന് ഞാൻ റുക്കൂഇലേക്ക് പോകും, റുക്കൂഇൽ നിന്ന് ഞാൻ സുജൂദിലേക്ക് പോകും. അങ്ങനെ സുജൂദിൽ കിടന്നിട്ട് ഞാൻ നിശ്ചലമായാൽ അനക്കമില്ലാതെ പരിസരബോധമില്ലാതെ സുജൂദിൽ കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ എന്ന് പറയുകയും ഡോക്ടർമാർ വളരെ സൂക്ഷ്മതയോടെ കാത്തിരുന്ന് ഒരുപാട് നേരം സുജൂദിൽ കിടന്നിങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്ത് കാല് മുറിച്ചു മാറ്റി, വേദന അറിഞ്ഞില്ല, കാല് മുറിച്ചു മാറ്റി അദ്ദേഹത്തിന് രക്തം വാർന്നൊലിക്കുന്ന സമയങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്ന മഹാനായ ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത്. ബോധം കെട്ട് വീണു, കാല് മുറിച്ചതൊന്നും അറിഞ്ഞില്ല. ഇതാണ് ലദ്ദത്ത് എന്ന് പറയുന്നത്. ഇതാണ് ലദ്ദത്ത് എന്ന് പറയുന്നത്. നിസ്കാരങ്ങളിലെ പരിശുദ്ധമായ ഖുർആനിലെ ദീനിലെ ലദ്ദത്ത് എന്ന് പറയുന്നത് ഇതാണ്. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ തകുന്ന അബദന്നാസ്, നല്ല ലദ്ദത്തോടുകൂടി നല്ല മനോഹരമായ ആരാധനകൾ അർപ്പിക്കാൻ നിനക്ക് കഴിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു നിന്നുള്ള ചിന്തകളില്ലാതെ കമ്പനിയുടെയോ ബിസിനസിന്റെയോ കച്ചവടത്തിന്റെയോ ജോലിയുടെയോ കടങ്ങളുടെയോ കുടുംബങ്ങളുടെയോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നും മനസ്സിലേക്ക് കടന്നു വരാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായി അള്ളാഹുവിനോടുള്ള സംസാരമാണെന്നുള്ള ചിന്തയോടുകൂടി വളരെ മനോഹരമായി നമ്മൾക്ക് നിസ്കരിക്കാൻ കഴിയും. അപ്പൊ നിസ്കാരം വൈകിയാൽ വിഷമം വരൂല. സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് വെള്ളിയാഴ്ചകളിൽ സൂറത്തു സജദ പാരായണം ചെയ്താൽ ഒരിക്കലും നമ്മൾക്കത് പ്രയാസമായി തോന്നൂല. 2, 3, 4 പേജുള്ള പരിശുദ്ധമായ സൂറത്തുകൾ ഓതുമ്പോ മഅ്മൂമീങ്ങളായ ആളുകൾക്ക് വിഷമം തോന്നൂല. അതൊക്കെ ഒരു രസമായിരിക്കും, ഒരു ഹരമായിരിക്കും, നല്ല രസം കിട്ടും. അത് കിട്ടണമെങ്കിൽ അല്ലാഹുവിനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്നാണ് പറഞ്ഞത്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തഖിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അതിന് ഡെഫിനിഷൻ കൊടുത്തത്, അതിന് പര്യായം പറഞ്ഞത് അദാഉ മഫ്തറല്ലാഹ് വതർകു മാ ഹറമല്ലാഹ്. എന്താണോ അല്ലാഹു പറഞ്ഞത്, എന്താണോ അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യുക. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് നിഷിദ്ധമാക്കിയത് ചെയ്യാതിരിക്കുക. ഇതാണ് തഖ്വ.
അപ്പൊ ഫർള് നിസ്കരിക്കുക ഹറാമ് ചെയ്യാതിരിക്കുക, ഫർള് നോമ്പെടുക്കുക ഹറാമ് ചെയ്യാതിരിക്കുക, ഫർളായ ഹജ്ജ് ചെയ്യുക ഹറാമ് ചെയ്യാതിരിക്കുക, ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഈ ഫർളിന്റെ കൂടെ ഒരാൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ മാഷാ അല്ലാഹ് ഉഷാറായി. ഈ ഫർളിന്റെ കൂടെ ഒരാൾ സുന്നത്ത് നിസ്കരിച്ചാൽ, സ്വലാത്ത് ചൊല്ലിയാൽ, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, ഖുർആൻ ഓതിയാൽ, ദുആ നിസ്കരിച്ചാൽ മാഷാ അല്ലാഹ് അത് ഏറ്റവും വലിയ നന്മയാണ്. എന്നാൽ മുത്തഖിയാവാൻ വലിയ പ്രയാസങ്ങളില്ല, മുത്തഖിയാവാൻ വലിയ പ്രയാസങ്ങളില്ല. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്യല്ലേ എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അപ്പൊ മുത്തഖിയാവാൻ നമ്മൾക്കൊക്കെ കഴിയും, മുത്തഖിയാവാൻ നമ്മൾക്കൊക്കെ കഴിയൂലേ? മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. സ്വർഗ്ഗത്തിന്റെ രംഗങ്ങളും മനോഹരമായ ആസ്വാദനങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അല്ലാഹു ഉപയോഗിച്ച പദം അത് മുത്തഖീങ്ങൾക്കാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ ഹറാം ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. എന്തൊക്കെയാണ് ഹറാമുകൾ? വൻദോഷങ്ങളുണ്ട്, ചെറുദോഷങ്ങളുണ്ട്. കണ്ണുകൾ കൊണ്ടുള്ള ഹറാമുകൾ, അന്യ സ്ത്രീകളെ കാണുന്നത്, ഔറത്തുകൾ കാണുന്നത്, കാണാൻ പാടില്ലാത്തതൊന്നും കാണാൻ പാടില്ല. അതാണ് ഹറാമിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ. മാതാപിതാക്കളോട് വളരെ മര്യാദയോട് പെരുമാറുന്നത്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്, മാതാപിതാക്കളുടെ വിഷയം പറയുമ്പോ അവരുടെ മുൻപിലൂടെ നടക്കാൻ പാടില്ല എന്നാണ്. പകൽ സമയങ്ങളിൽ മാതാപിതാക്കളുടെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല, എന്നാൽ രാത്രിയായാൽ മാതാപിതാക്കളുടെ മുമ്പിലൂടെ നടക്കണമെന്നാണ്. പകൽ സമയങ്ങളിൽ മാതാപിതാക്കളുടെ പിന്നിലൂടെ നടക്കണം, രാത്രിയായാൽ മാതാപിതാക്കളുടെ മുന്നിലൂടെ നടക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ രാത്രി സമയങ്ങൾ ഇരുട്ടുള്ള സമയമാണ്. ഒരുപക്ഷെ എന്തെങ്കിലും കല്ലുകളോ മുള്ളുകളോ ഇഴജന്തുക്കളോ റോഡിന്റെ മുൻവശങ്ങളിലുണ്ടെങ്കിൽ അത് നീക്കിക്കൊടുത്തുകൊണ്ട് മാതാവിനെ പിതാവിനെ വഴി സൗകര്യമാക്കി കൊടുക്കലാണ് രാത്രിയിൽ മുന്നിലൂടെ നടക്കണമെന്ന് പറഞ്ഞത്. രാവിലെ ആയാൽ പിന്നിലാണ് നടക്കേണ്ടത്. മാതാപിതാക്കളുടെ കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ ഒരിക്കലും നിങ്ങൾ ഇറച്ചി കഷ്ണങ്ങളോ മാംസങ്ങളോ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് എടുത്തു കഴിക്കാൻ പാടില്ല. അവരെടുത്ത് കഴിക്കാതെ നിങ്ങളെടുത്ത് കഴിക്കാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവർ മനസ്സിൽ ഉദ്ദേശിച്ച ചില കഷ്ണങ്ങൾ ഉണ്ടാകും. കരളുകൾ ഇഷ്ടമുള്ള ആളുകളുണ്ട്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവൂല. നാടൻ കോഴിയുടെ ഒക്കെ പിന്നെ തോല് കഴിക്കുന്ന ആളുകളുണ്ടാവും. നാടൻ കോഴി നാട്ടില് കറിവെക്കലില്ലേ? നാടൻ കോഴി ഉണ്ടാ അല്ലേ? അതിന്റെ തോല് കഴിക്കാറില്ലേ? അതിന്റെ ചിറക്, തല ഇഷ്ടമുള്ളവരുണ്ടാകും, കഴുത്ത് ഇഷ്ടമുള്ളവരുണ്ടാകും. ആ വയസ്സായ ആളുകൾക്കൊക്കെ അതിന്റെ തോല് തന്നെ പറയാം അല്ലെ? വയസ്സായ ആളുകൾക്ക് അതിന്റെ തോല് വലിയ ഇഷ്ടമായിരിക്കും. അതിന്റെ കാല്, പിന്നെ ചില ആൾക്ക് കാല് ഇഷ്ടമായിരിക്കും. അങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോ. പിന്നെ പെണ്ണുങ്ങളാകുമ്പോൾ ചിലപ്പോൾ തലയായിരിക്കും ഇഷ്ടം ഉണ്ടാവുക, അവർക്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പോ പെണ്ണുങ്ങൾക്ക് ചിലപ്പോ തല ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോന്നായിരിക്കും ഇഷ്ടം ഉണ്ടാവും. ഞാൻ വെറുതെ പറഞ്ഞാണ്. അപ്പോ ഉമ്മയുടെയും ഉപ്പയുടെ ഒക്കെ കൂടെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉമ്മയും ഉപ്പയൊക്കെ മാംസം എടുത്തതിന് ശേഷമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഹദീസുകളും മഹാന്മാരായ സഹാബാക്കളും താബിഈങ്ങളൊക്കെ പറഞ്ഞ വിഷയങ്ങളാണ്. മാതാപിതാക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ അവര് ഭക്ഷണത്തിലെ മാംസങ്ങൾ എടുത്ത ശേഷമേ മക്കൾ എടുക്കാൻ പാടുള്ളൂ. അഥവാണത്. മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് വസ്ത്രം കുടയാൻ പാടില്ല. എന്തേ? ആ വസ്ത്രത്തിൽ ഉണ്ടാകുന്ന പൊടികൾ മാതാപിതാക്കൾക്ക് പറ്റുമോ എന്ന പേടിയാണ്. കുടയാൻ പാടില്ല, വസ്ത്രങ്ങൾ കുടയാൻ പാടില്ല, വിരിപ്പ് കുടയാൻ പാടില്ല. മാതാപിതാക്കളുടെ മുമ്പിൽ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, മാതാപിതാക്കളുടെ മുമ്പിൽ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ വളരെ ഭവ്യതയോടെ നമ്മൾ ജീവിക്കണം. മാതാപിതാക്കളുടെ മുമ്പിൽ അച്ചടക്കത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. കാരണം അല്ലാഹുവിന്റെ ഇഷ്ടം മാതാപിതാക്കളുടെ ഇഷ്ടത്തിലാണ്. അല്ലാഹുവിന്റെ കോപം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കോപത്തിലാണ്. വലിയ ഒരു തെറ്റ് ചെയ്ത് കൊലപാതകം ചെയ്ത അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബാക്കളുടെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ച മറുപടി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളാണെന്ന് തോന്നുന്നു. അവരോട് ചോദിച്ചത് നിനക്ക് ഉമ്മയുണ്ടോ എന്നാണ്. ഉമ്മയുണ്ടോ എന്നാണ്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉമ്മയുണ്ടായിരുന്നുവെങ്കിൽ ഉമ്മയോട് മാന്യമായി പെരുമാറിയാൽ അല്ലാഹു നിന്റെ പാപങ്ങൾ പൊറുത്തു തരുമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഉമ്മയില്ലെങ്കിൽ ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ നിരന്തരമായി അല്ലാഹുവിനോട് തൗബ ചെയ്ത് ജീവിച്ചോളൂ എന്നാണ് പറഞ്ഞത്.
മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്നാണ്, ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ റിസ്ഖിൽ ബറക്കത്തുണ്ടാകാൻ കാരണമാകുമെന്നാണ്. റഅയ്തു റജുലൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ ഒരാളെ ഞാൻ ഇന്നലെ സ്വപ്നത്തിലൂടെ കാണുകയുണ്ടായി. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വന്നിട്ട് റൂഹ് പിടിക്കാൻ നിൽക്കുമ്പോഴാണ് ഫജാഅതുഹു ബിർറുഹു ലിവാലിദൈ, മാതാപിതാക്കളോടുള്ള കടമ നേരെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് റൂഹ് പിടിക്കാൻ നിൽക്കുന്ന അസ്റായീലിനെ തിരിച്ചയച്ചത് ഞാൻ ഇന്നലെ സ്വപ്നത്തിലൂടെ കാണുകയുണ്ടായി എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കാറുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അവർ പറയും കണ്ടിട്ടുണ്ട് എന്ന്. അപ്പൊ അതിന്റെ വ്യാഖ്യാനം പറയും. ആരും കണ്ടിട്ടില്ലെങ്കിൽ നബി തങ്ങൾ കണ്ട സ്വപ്നങ്ങളുടെ കഥകൾ പറയും. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, റഅയ്തു അജബാ, റഅയ്തു അജബാ, ഇന്നലെ രാത്രി ഞാനൊരു അത്ഭുതം കാണുകയുണ്ടായി. എന്താണ് അത്ഭുതം എന്നറിയോ? ഇതാ മരിക്കാൻ കിടക്കുന്ന ഒരാൾ, രോഗശയ്യയിൽ കിടന്നിട്ട് മരണശയ്യയിൽ കിടന്നിട്ട് മരണപ്പെടാൻ കിടക്കുന്ന ഒരാളെ റൂഹ് പിടിക്കാൻ വേണ്ടി, ആത്മാവിനെ തിരിച്ചു കൊണ്ടുപോവാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന, അച്ചടക്കമുള്ള മര്യാദയുള്ള മകനായതുകൊണ്ട് ആ ഒരു ഖിദ്മത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സേവനം കടന്നു വന്നിട്ട് അസ്റായീൽ അലൈഹിസ്സലാമിനെ തിരിച്ച് ആകാശങ്ങളിലേക്ക് പറഞ്ഞയച്ച് ഇദ്ദേഹത്തിന് ദീർഘായുസ് നൽകുന്നത് ഞാൻ കണ്ടു എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. മാതാപിതാക്കൾ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്നാണ്, ആഫിയത്ത് ഉണ്ടാകുമെന്നാണ്, ആരോഗ്യം ഉണ്ടാകുമെന്നാണ്, സമ്പത്തിൽ ബർക്കത്തുണ്ടാകുമെന്നാണ്. അതേപോലെ തിരിച്ച് മക്കളും വളരെ നല്ല രീതിയിൽ പെരുമാറുമെന്നാണ്, അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകുമെന്നാണ്. ഉമ്മ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള വാതിലാണ്. ഉമ്മ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള വാതിലാണ്. ആ വാതിൽ കൊട്ടിയടക്കപ്പെടും ഉമ്മയോടോ ഉപ്പയോടോ മോശമായി പെരുമാറിയാൽ. മാതാപിതാക്കളോട് മാന്യമായിട്ട് പെരുമാറണം. ഇങ്ങനെ ഓരോ മേഖലകളിൽ ഹറാമ് ചെയ്യാതെ, അല്ലാഹു നിഷിദ്ധമാക്കിയത് ചെയ്യാതെ, കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, പ്രേമിക്കാതെ, പ്രണയിക്കാതെ, കഞ്ചാവും മയക്കുമരുന്നും ലഹരിയും ഉപയോഗിക്കാതെ, പലിശ തിന്നാതെ, കൊലപാതകം നടത്താതെ, കുടുംബങ്ങളോട് പിണങ്ങാതെ, വളരെ അച്ചടക്കത്തോടു കൂടി ജീവിച്ചിട്ട് ഫർളായ നിസ്കാരങ്ങൾ, ഫർളായ നോമ്പുകൾ, ഫർളായ ഹജ്ജ് ഇത് ചെയ്താൽ ഒരാൾ മുത്തഖിയായി. പിന്നെ വലിയാകാൻ വലിയ പണിയില്ല. മുത്തഖിയായി കഴിഞ്ഞാൽ പിന്നെ വലിയാകാൻ വളരെ എളുപ്പമാണ്. മുത്തഖിയുടെ ഡെഫിനിഷൻ ഇതാണ്: ഫർള് ചെയ്യുക, ഹറാമ് ചെയ്യാതിരിക്കുക, നന്മ ചെയ്യുക, തെറ്റ് ചെയ്യാതിരിക്കുക. എന്നാൽ ഒരാൾ മുത്തഖിയായി. പിന്നെയുള്ളത് വിലായത്താണ്. വിലായത്തിന്റെ പദവിയിലേക്ക് ഒരാൾ എത്തുന്നത് സുന്നത്തുകൾ ചെയ്യുമ്പോഴാണ്. പിന്നെ മുത്തഖിയായി കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം. സുബഹിക്ക് മുമ്പ്, അതേപോലെ തഹജ്ജുദ്, ജീവിതത്തിന്റെ ഓരോ സുന്നത്തുകൾ, ബാത്റൂമിലേക്ക് പോകുമ്പോ, തിരിച്ചു വരുമ്പോ, കിടന്നുറങ്ങുമ്പോ, ഉറക്കിൽ നിന്നുണരുമ്പോ, വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, കഴിഞ്ഞതിന് ശേഷം വസ്ത്രം ധരിക്കുമ്പോ, വസ്ത്രം അഴിക്കുമ്പോ, നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ, ഇങ്ങനെ വേഷവിധാനങ്ങൾ, ഭക്ഷണ രീതി, വീട്, എല്ലാം സുന്നത്തുകളിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ അയാൾ അല്ലാഹുവിന്റെ വലിയാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്താണ് വലി എന്ന് പറഞ്ഞാൽ? അയാളുടെ കൈ അല്ലാഹുവായി മാറും, അയാളുടെ കണ്ണ് അല്ലാഹുവായി മാറും, അയാളുടെ ചെവി അല്ലാഹുവായി മാറും, അയാളുടെ കാലുകൾ അല്ലാഹുവായി മാറും. അപ്പോഴാണ് കൈകൾ കൊണ്ട് തടവിയാൽ ശിഫ ലഭിക്കുന്നത്, നാവ് കൊണ്ട് ഊതിയാൽ ശിഫ ലഭിക്കുന്നത്, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഹൃദയം കാണുന്നത്, കാലുകൾ കൊണ്ട് നടക്കുമ്പോൾ കിലോമീറ്ററുകൾ ചുരുങ്ങുന്നത്. ഇതെല്ലാം അല്ലാഹുവിന്റെ വിലായത്തിന്റെ രഹസ്യങ്ങളാണ്. അപ്പൊ തഖ്വയിൽ അധിഷ്ഠിതമായ ഹറാമ് ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ആ നന്മയോടൊപ്പം സുന്നത്തുകളിൽ അധിഷ്ഠിതമായി മുത്തബിഉസ് സുന്നയായി ജീവിച്ചാൽ അല്ലാഹുവിന്റെ വലിയായി മാറാം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ എല്ലാവർക്കും കഴിയുന്ന വിഷയങ്ങളാണ്. നമ്മൾക്ക് അധ്വാനിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കഴിയുന്ന വിഷയമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വൈത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്. ആരാണോ ഹറാമുകൾ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുന്നത്, തകുൻ അബദന്നാസ്, അയാൾക്ക് ഏറ്റവും നല്ല മധുരിതമായ ആരാധനകൾ അനുഷ്ഠിക്കാൻ കഴിയുമെന്നാണ്. ഒരിക്കലൊരു ആബിദായ ബനൂ ഇസ്രായേലിൽ ഒരു ആബിദ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ ഞാൻ എത്ര കാലമായി നിന്നോട് തെറ്റ് ചെയ്യുന്നു, എത്ര കാലമായി, വർഷങ്ങളായി ഞാൻ തെറ്റു ചെയ്ത് ജീവിക്കുകയാണ്, നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ, എന്തേ എന്ന് അല്ലാഹുവിനോട് ചോദിച്ചു.
നമ്മൾക്കൊക്കെ ആ ഒരു ചിന്ത ഉണ്ടാകും, തെറ്റ് ചെയ്ത് ജീവിക്കുന്നവർക്കൊക്കെ ഇവിടെ സുഖമാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അതേപോലെ ആബിദ് അല്ലാഹുവിനോട് ചോദിക്കാൻ, അല്ലാഹുവേ എത്ര വർഷമായി ഞാൻ നിന്നോട് തെറ്റ് ചെയ്ത് ജീവിക്കുന്നു, നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നെ ശിക്ഷിക്കാനോ? എനിക്കൊരു തലവേദന ഇന്നുവരെ ഉണ്ടായിട്ടില്ല, എനിക്കൊരു പനി ഉണ്ടായിട്ടില്ല, എനിക്കൊരു സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല, എന്നിട്ട് എന്നെ നീ ശിക്ഷിച്ചു. എപ്പോഴാ, എങ്ങനെയാ ശിക്ഷിച്ചത്? അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, നിന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, നീ അത് അറിഞ്ഞിട്ടില്ല. വർഷങ്ങളായി നിന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയിട്ട് നീ അതറിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് റബ്ബേ? അപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, നിസ്കരിക്കാൻ നിന്നാൽ നിസ്കാരത്തിൽ ഒരു ലദ്ദത്ത് കിട്ടുന്നുണ്ടോ, ഒരു രസം കിട്ടുന്നുണ്ടോ, പിന്നെയും വീണ്ടും വീണ്ടും നിസ്കരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? നോമ്പെടുക്കുമ്പോൾ അതിലൊരു ആവേശം കിട്ടുന്നുണ്ടോ? നോമ്പെടുക്കുമ്പോൾ അതിലും ഒരു ലദ്ദത്ത് കിട്ടുന്നുണ്ടോ, ഒരു രസം കിട്ടുന്നുണ്ടോ? സിനിമയുടെ മുമ്പിൽ ഇരുന്നിട്ട് 2 മണിക്കൂർ പോകുന്നത് അറിയുന്നില്ലെങ്കിൽ ജുമാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ 15 മിനിറ്റുള്ള ഖുതുബ നമ്മൾക്ക് 2-3 മണിക്കൂറിന്റെ ദൈർഘ്യമായി തോന്നുകയാണ്. രസം കിട്ടാത്തത് കൊണ്ടാണ്. ജുമാ നിസ്കാരത്തിൽ സൂറത്തുൽ ജുമഅയാണോ ഓതുന്നത്, അല്ല സൂറത്തുൽ അലയാണോ ഓതുന്നത് എന്ന ടെൻഷനോടെയാണ് നമ്മൾ പിന്നിൽ നിൽക്കുന്നത്. അലയാണെങ്കിൽ അൽഹംദുലില്ലാഹ് പെട്ടെന്ന് തീരുമല്ലോ, എന്നാൽ സൂറത്തുൽ ജുമഅയാണെങ്കിൽ ഒരൽപ്പം നീണ്ടുപോകുമല്ലോ എന്ന പേടിയാണ്. അതിന്റെ അർത്ഥം നമ്മൾക്ക് നമ്മുടെ നിസ്കാരങ്ങളിൽ ലദ്ദത്ത് കിട്ടിയിട്ടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ലദ്ദത്ത് കിട്ടാത്തത്? നമ്മൾ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ കാരണത്താൽ അല്ലാഹു നമ്മൾക്ക് ആരാധനകളിൽ ലദ്ദത്ത് തരുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഈ ലദ്ദത്ത് കിട്ടിയാലുണ്ടല്ലോ, ലദ്ദത്ത് കിട്ടിയാൽ പിന്നെ ഭയങ്കര രസമായിരിക്കും. ലദ്ദത്ത് കിട്ടാത്തത് കൊണ്ടാണ് രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ മടി തോന്നുന്നത്. രാത്രി എണീറ്റ് കളി കാണുന്നില്ല നമ്മുടെ കുട്ടികൾ, ഫുട്ബോളൊക്കെ കാണുന്നില്ല നമ്മുടെ കുട്ടികൾ. രാത്രി വേൾഡ് കപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ അലാം വെച്ചുകൊണ്ട്, വേൾഡ് കപ്പ് ഒക്കെ പോട്ടെ, സാധാ ക്ലബ്ബുകളുടെ കളിയൊക്കെ അലാം വെച്ചുകൊണ്ട് കാണുന്ന ചെറുപ്പക്കാരെനിക്കറിയാം. സാധാ ക്ലബ്ബുകളുടെ കളി, സാധാ ക്ലബ്ബിലാകുമ്പോൾ 30-40 കളിയൊക്കെ ഉണ്ടാവും. അതിപ്പോ എല്ലാ കളി എല്ലാവരും കാണും. എന്നാൽ അതുപോലും അലാം വെച്ചുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങി ആ ഫുട്ബോൾ കളി പോലും കാണുന്ന മക്കളുണ്ട്. രാത്രി 2 മണിക്ക് 3 മണിക്ക്. അതെന്തുകൊണ്ട്? അതിലൊരു ലദ്ദത്ത് കിട്ടിയത് കൊണ്ടാണ്. പക്ഷെ ഈ ഒരു ലദ്ദത്ത് നമ്മൾക്ക് കിട്ടിയാൽ ഇവര് കളി കാണാൻ വേണ്ടി ഉണരുന്നത് പോലെ 2 മണിക്കും 3 മണിക്കും അലാം വെച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കും. കാരണം എന്തെന്നില്ലാത്ത രസം കിട്ടും, അതില് എന്തെന്നില്ലാത്ത ആസ്വാദനം ഉണ്ടാകും. ഓതിയാലും ഓതിയാലും മടുപ്പ് വരൂല, ദുആ ചെയ്താലും ദുആ ചെയ്താലും മടുപ്പ് വരൂല, നിസ്കരിച്ചാലും മടുപ്പ് വരൂല. അപ്പോഴാണ് ശരീരത്തിലേക്ക് അസ്ത്രങ്ങൾ തുളച്ചു കയറുമ്പോൾ വേദന അറിയാതിരിക്കുന്നത്. അപ്പോഴാണ് കാല് മുറിച്ചു മാറ്റുമ്പോൾ വേദന അറിയാതിരിക്കുന്നത്. ഈ ഒരു ലദ്ദത്തും ഈ ഒരു മാധുര്യവും നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ കണ്ണുകൾ ഹറാമിലേക്ക് കടന്നു പോകരുത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സുന്ദരിയായ സുമുഖിയായ ഒരു പെണ്ണിനെ നിങ്ങൾ കാണാനിടയായി. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ ഹറാമായ അന്യ സ്ത്രീയെ നോക്കാതെ, അള്ളാഹുവിനെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ചിട്ടല്ല, വേറെ ആളെ നോക്കുന്നുണ്ട് എന്ന് പേടിച്ചിട്ടല്ല, ഞാൻ നോക്കിയാൽ വേറെ ആളുകൾ കാണുമെന്നുള്ള പേടിയോടെയല്ല, എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കും, എന്റെ റബ്ബ് നിഷിദ്ധമാക്കിയതാണല്ലോ എന്ന ചിന്തയോടുകൂടി നിന്റെ കണ്ണുകളെ നീ ഹറാമിൽ നിന്ന് നിയന്ത്രിച്ചാൽ യജിദു ഹലാവതഹു ഫിൽ ഇബാദ, അതിന് പകരമായി നിന്റെ നിസ്കാരങ്ങളിൽ ഒരു ലദ്ദത്തുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടും നിങ്ങളെ, ഇതൊക്കെ കിട്ടും. അല്ലാഹു നമ്മൾക്ക് ആ ഒരു മാധുര്യം നൽകട്ടെ. ഇച്ചത്തിൽ മഹാരിം തകുൻ അബദൻ നാസ്, ഹറാമുകൾ ജീവിതത്തിൽ വരാതെ സൂക്ഷിച്ചാൽ നിനക്ക് നിന്റെ ആരാധനകളിൽ ലദ്ദത്തുണ്ടാകും. അപ്പൊ നിസ്കാരത്തിൽ ഭയഭക്തിയില്ല എന്ന് തോന്നുന്നവർ, നിസ്കരിക്കാനും ഖുർആൻ ഓതാനൊക്കെ മടി തോന്നുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടെ ഈ വിഷയം കേൾക്കണേ. ജീവിതത്തിൽ ഹറാം വരുന്നുണ്ടോ എന്ന് സൂക്ഷിക്കണം. തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല, അല്ലേ? ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആഗ്രഹമില്ലാത്ത ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. നിസ്കരിക്കാൻ കഴിയില്ല. നമ്മൾ ചിലപ്പോൾ അലാമൊക്കെ വെക്കും. 5:30 വാങ്ങുകയാണെങ്കിൽ 5:15 അലാം വെക്കും, 5 മണിക്കൊക്കെ അലാം വെക്കും. പക്ഷെ എണീക്കൂല. എന്തേ കഴിയില്ല നമ്മൾ എണീക്കാൻ? ഹസനുൽ ബസ്രി തങ്ങളോട് ഒരാൾ ചോദിച്ചു, ഉസ്താദ് അവറുകളെ, തഹജ്ജുദ് നിസ്കരിക്കാൻ എനിക്ക് വലിയ പൂതിയുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ തഹജ്ജുദ് നിസ്കരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ നിസ്കരിക്കാൻ വലിയ പൂതിയുണ്ട്, പക്ഷെ എണിക്കാൻ കഴിയാത്തവരുണ്ടോ? രസത്തിന് വേണ്ടി ഒരാളുണ്ട്, ഒരാൾക്ക് പൂതിയുള്ളൂ, ഒരാൾക്ക് പൂതി വരില്ല.
അത്യാവശ്യം പൂതിയെങ്കിലും വേണേ. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലി, മുഅ്മിനിന്റെ നിയ്യത്തിന് അവന്റെ അമലിനേക്കാളും പ്രാധാന്യമുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. തഹജ്ജുദ് നിസ്കരിക്കണമെന്നുള്ള നിയ്യത്തോടെ അലാം വെച്ചുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങി, പക്ഷെ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അയാൾക്ക് അല്ലാഹു പ്രതിഫലം തരും. ആ പൂതി ഉണ്ടെങ്കിൽ പ്രതിഫലം ഉണ്ടാവും, പൂതി ഇല്ലെങ്കിൽ എവിടുന്ന പ്രതിഫലം കിട്ടുക? ഉറങ്ങുന്നത് തന്നെ 10 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെ പ്രതിഫലം കിട്ടുക? നിസ്കരിച്ചില്ലെങ്കിലും പ്രതിഫലമുണ്ടാകും. രാത്രി ഉറങ്ങുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കണമെന്നുള്ള ചിന്തയോടെ അലാം വെച്ചുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങി, പക്ഷേ രാവിലെ നിസ്കരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. അലാം മുട്ടിയതൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ മറന്നു, എണീക്കാൻ കഴിഞ്ഞില്ല ക്ഷീണം കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടത് സ്നൂസ് ചെയ്തു, ഉറങ്ങിപ്പോയി. അല്ലാഹു പ്രതിഫലം നൽകും. നിസ്കരിക്കണമെന്നുള്ള നിയ്യത്തുണ്ടായതുകൊണ്ട് അവ നിയ്യത്തെങ്കിലും വേണം. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞത്, നിനക്ക് നിസ്കരിക്കാൻ കഴിയാതിരിക്കാനുള്ള കാരണം നീ ചെയ്യുന്ന തെറ്റുകളാണ് തഹജ്ജുദ് നിസ്കാരത്തിൽ നിന്ന് നിന്നെ തടയുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്. അപ്പൊ നമ്മൾ സ്വയം ഒന്ന് വിചിന്തനം നടത്തണം. തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, നിസ്കരിക്കാൻ കഴിയാത്തത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളാണ്. നിങ്ങൾക്കിത് പരീക്ഷിച്ച് അനുഭവിക്കാൻ കഴിയും, നിങ്ങൾക്കിത് പരീക്ഷിക്കാൻ കഴിയും. നിങ്ങളൊരു ദിവസം നല്ല തെറ്റൊന്നും ചെയ്യാതെ, ഹറാമൊന്നും കാണാതെ, വേണ്ടാത്തതൊന്നും ചിന്തിക്കാതെ, അന്ന് നല്ലത് മാത്രം ചെയ്ത് ജീവിച്ചിട്ട് അന്ന് രാത്രി ഉറങ്ങുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന നിയ്യത്തോടു കൂടി ഉറങ്ങിയാൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയും. വേറെ ദിവസം നിങ്ങൾ ഹറാമൊക്കെ കണ്ടു, പതിവ് പോലെ ഹറാമൊക്കെ ചെയ്തു, തോന്നിയാസൊക്കെ പറഞ്ഞു, അന്നും നിങ്ങൾ ഉറങ്ങുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് ആഗ്രഹിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപക്ഷെ നിസ്കരിക്കാൻ കഴിയില്ല. തഹജ്ജുദ് നിസ്കാരവും നമ്മുടെ നന്മയും നല്ല ബന്ധമുണ്ട്, അതൊരു തൗഫീഖാണ്. ഇൽമ് എന്ന് പറഞ്ഞൊരു തൗഫീഖ് എന്ന് പറഞ്ഞില്ലേ? ഇൽമ് എന്ന് പറഞ്ഞത് നൂറാണല്ലോ. ഇപ്പൊ വാദിന്റെ സദസ്സുകൾ, എല്ലാവർക്കും വാദിന്റെ സദസ്സിലിരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. വാദിനോട് വലിയ പൂജയൊന്നും ചില ആളുകൾക്ക് ഉണ്ടാവില്ല. ആ വീട്ടിൽ വെച്ച് കിടന്നുറങ്ങും, ടി വി നോക്കും, ക്ലബിലിരിക്കും, ക്യാരംസ് കളിക്കും, കളി കാണാൻ വേണ്ടി പോകും. ടർഫാണല്ലോ ഇപ്പൊ, പൊതുവെ ഫുട്ബോൾ ടർഫുകളാണല്ലോ അല്ലെ? നാട്ടിലുണ്ട് ഫുട്ബോൾ, മറ്റേ പുല്ല് കൊണ്ടുള്ള പുതിയ ആർട്ടിഫിഷ്യൽ മൈതാനങ്ങളിലെ കളിക്കാൻ പോകണ്ടോ? കളിക്കലൊക്കെ ഉണ്ടോ? കളിച്ചോളൂ, ഒന്നും വിഷയമല്ല, നല്ലത് ആരോഗ്യത്തിൽ ഒഴിവ് സമയം ഉണ്ടാകുമ്പോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയമാണ്. അപ്പൊ വാദിനേക്കാളും നല്ലത് കളി തന്നെ എന്ന് ചിന്തിച്ച് വെറും കളിയാക്കി മാറ്റും. അങ്ങനെ ചില ആളുകൾ ഉണ്ടാകും, പക്ഷെ അത് തീരെ വാദിന്റെ സദസ്സിനോട് താല്പര്യമില്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. വാദിനെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ട്. വാദിനെയും വാദിന്റെ സദസ്സുകളൊക്കെ ഇതൊക്കെ ഇന്ന് തുടങ്ങിയെന്നല്ല, ഇത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ഏർപ്പാടാണ്. ഇതൊക്കെ ഇന്നലെ ഇന്നും ഏതെങ്കിലും മൊയ്നാമാർ തുടങ്ങിയ ഏർപ്പാടൊന്നുമല്ല, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതാണ്. വാദും സദസ്സും പിരിവൊക്കെ പണ്ടേ ഉണ്ട്, പിരിവൊക്കെ പണ്ടേ ഉണ്ട്. ഇന്ന് തുടങ്ങിയൊന്നുമില്ലേ പിരിവ്? റസൂലുള്ളാഹി പിരിവെടുക്കും, സഹാബാക്കൾ കൊടുക്കും. ചിലപ്പോൾ സഹാബാക്കളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, അപ്പൊ റസൂലുള്ളാഹി നല്ല സോപ്പിടും പിരിവെടുക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ സോപ്പ് പിരിവെടുക്കും. അതൊക്കെ ഇഷ്ടം പോലെ ഹദീസുകളില്ലേ ഇതിനൊക്കെ. ഇതൊക്കെ ഇന്ന് തുടങ്ങിയാണ് ഈ പിരിവൊക്കെ. അതൊന്നും തുടങ്ങിയതൊന്നുമല്ല, ഇതൊക്കെ പണ്ടേ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ആളുകൾ അവർക്കെന്ത്, പല ആളുകൾക്ക് യുക്തിവാദം തലയിൽ പിടിച്ചിട്ടുണ്ട്. യുക്തിവാദം തലയിൽ പിടിച്ചിട്ടുണ്ട് ബഹുഭൂരിഭാഗം ആളുകൾ. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പലരും തലച്ചോറില്ലാത്ത ടീമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പലരും ഒരു വിവരമില്ലാത്ത ആളാണ്. അങ്ങനത്തെ എത്രയോ ഉദാഹരണങ്ങളൊക്കെ എന്റെ മൊബൈലുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറാണ്. അന്തം കൊന്തും ഇല്ലാത്ത വർത്തമാനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയും. ഞാനും എന്റെ കൂടെ പഠിച്ചൊരു ഉദവി ഒരു ദിവസം കല്യാണത്തിന് ഫോട്ടോ എടുത്തപ്പോൾ ഏതോ ഒരു ഫേസ്ബുക്കിൽ ചങ്ങായിട്ട് സിംസാറിലൊക്കെ ഉദവിയും കല്ലു ഉദവി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. സിംസാറിലൊക്കെ ഉദവി നമ്മുടെ 12 വർഷം സീനിയറാണ്. അപ്പോൾ ഞാനും എന്റെ കൂടെ പഠിച്ചൊരു ഉദവിന്റെ കല്യാണത്തിന് ഫോട്ടോ എടുത്തപ്പോൾ എന്റെയും അയാളുടെ ഫോട്ടോ വെച്ചിട്ട് സിംസാറിലൊക്കെ ഉദവിയും കല്ലു ഉദവി എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇതുപോലെയാണ്. അതേപോലെ ഇപ്പൊ നമ്മുടെ ഫിറോസ് പറമ്പിൽ ഇവ എടുത്തിട്ട് ഗൾഫിൽ പോയപ്പോൾ അവിടെ ഒരു ഇക്ബാലുണ്ട്, നമ്മുടെ കാസർഗോഡ് സുഹൃത്താണ്. അവനൊരു മുത്തുന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. നമ്മുടെ കാസർഗോട്ടുകാരനാണ്, മറ്റേ ഗൾഫിൽ നിന്ന് കല്യാണം കഴിച്ച ചെറുപ്പക്കാരനാണ്. ആ ഫോട്ടോ വെച്ചിട്ട് ചങ്ങായി ഫേസ്ബുക്കിൽ ഇട്ടത് ദുബായ് ഭരണാധികാരി കേരളത്തിലെ സാധാ നാടനെ ചുംബിക്കുന്നു. എന്ത് ഞാൻ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് ചങ്ങായി അയച്ചു കൊടുത്തു. ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. സോഷ്യൽ മീഡിയ അന്തും കൊന്തും ഇല്ലാത്ത തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. അതുകൊണ്ട് അതൊക്കെ മെയിൻ ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ലത്. ആർക്കെന്തും പറഞ്ഞൂടെ അല്ലെ? ആർക്കെന്തും പറഞ്ഞൂടെ? അപ്പൊ ഇത്തരം അതൊക്കെ സൂക്ഷിക്കാം, വെറുതെ ആഗ്രഹം ഇതൊക്കെ സൂക്ഷിക്കാം. എന്തിപ്പോ ഞാൻ പറഞ്ഞത്, ഏതായാലും ഈ ഇൽമ് എന്ന് പറയുന്നത് വലിയൊരു നൂറാണെന്നാണ് മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞത്. നൂറുല്ലാഹി ലാ യുഅ്താ ലിആസി شكوت إلى وكيع سوء حفظي فأرشدني إلى ترك المعاصي وقال العلم نور الله حقا
വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസി. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ ഉസ്താദിനോട് പരാതി പറഞ്ഞു, ഹിഫ്ളിന് പ്രയാസമുണ്ട് എന്ന്, മനപ്പാഠമാക്കാൻ പ്രയാസമുണ്ട് എന്ന്. അപ്പോഴാണ് ഉസ്താദ് അവர்கள் പറഞ്ഞത്, വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ. ഇൽമു എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസി. അല്ലാഹുവിന്റെ പ്രകാശം തെറ്റു ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുകയില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ പ്രകാശം കിട്ടൂല. അപ്പൊ ഇൽമിന്റെ വാദിന്റെ സദസ്സിലേക്ക് ഇരിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു തൗഫീഖാണ്. ഇത് എല്ലാവർക്കും കിട്ടൂല. അതേപോലെ തന്നെയാണ് തഹജ്ജുദ് എന്ന് പറയുന്നത് ഒരു തൗഫീഖാണ്. എല്ലാവർക്കും അത് കിട്ടൂല. ആ ഒരു സൗഭാഗ്യം കിട്ടാത്തവർ വിചാരിക്കണം, എന്റെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകളാണ് ഇത്തരം തൗഫീഖിൽ നിന്ന് എന്നെ തടയുന്നത് എന്ന്. അല്ലാഹു നമ്മൾക്ക് നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി തങ്ങൾ വരാനുണ്ടോ? അഭിവൈസി ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്, 4 വിഷയം കൂടി പറയാനുണ്ട്. തങ്ങൾ വരാനുണ്ട്, അതിനനുസരിച്ച് ചുരുക്കുക. അല്ലെങ്കിൽ വരാനുണ്ടോ? ഇല്ല. ഇൻഷാ അല്ലാഹ് കുറെ സമയമൊന്നുമില്ല, കുറച്ച് സമയം കൂടി ഇരിക്കും. നമ്മൾ തുടങ്ങിയ വിഷയം പൂർത്തീകരിച്ച് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ഓക്കെ അല്ലേ? ഉറക്കം വരുന്നൊന്നുമില്ലല്ലോ. നാളെ കൃത്യം 7:30 മണിക്ക് നമ്മുടെ ഹമീദ് അലി ശിഹാബ് തങ്ങൾ വരുമെന്നാണ് പറഞ്ഞത്. പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്, സ്റ്റേറ്റ് ട്രഷററാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം വരും. നിങ്ങളൊക്കെ വളരെ നേരത്തെ വന്ന് ഇൻഷാ അല്ലാഹ് സഹകരിക്കുക. അല്ലാഹു നല്ല സദസ്സ്, ഭംഗിയുള്ള സദസ്സാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സയ്യിദന്മാർക്കും നേതാക്കന്മാർക്കും ഒക്കെ. പലപ്പോഴും ഞാൻ കാണാറുണ്ട് പല സ്ഥലങ്ങളിലൊക്കെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ സദസ്സൊന്നും ഉണ്ടാവില്ല. നമ്മളതിലൊന്നും തീരെ ശ്രദ്ധിക്കാത്ത ആളുകളാണ്. നമ്മുടെ സമസ്തയുടെ സെക്രട്ടറി പ്രസിഡന്റ് വരുന്ന സദസ്സിൽ പോലും ഒരുപക്ഷെ 10 ഒഴിഞ്ഞ കസേരകൾ നമ്മളതിന് ഇത്ര പ്രാധാന്യം നൽകണം. പക്ഷെ അതൊക്കെ നൽകണം, നമ്മൾ നല്ലൊരു റെസ്പെക്റ്റും കൊടുക്കണം. അതൊക്കെ ഒരു ഹുർമത്തിന്റെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ നാളെ ഏതായാലും വളരെ നേരത്തെ വന്നിട്ട് സദസ്സൊക്കെ ഭംഗിയാക്കണമെന്ന് അറിയിക്കുകയാണ്. അപ്പൊ 4 വിഷയങ്ങൾ കൂടി ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. 4 വിഷയങ്ങൾ, 5 പഠിപ്പിച്ചത്. അതിലൊന്ന് ഇത്തഖില്ലാഹ തകുന അബദന്നാസ്, നിങ്ങൾ തഖ്വയുള്ളവരായാൽ നിങ്ങളുടെ ആരാധനകൾ നിങ്ങൾക്ക് ഒരു ടേസ്റ്റ് കിട്ടുമെന്നുള്ള യാഥാർത്ഥ്യം. 2 വർള ബിമാ ഖസമല്ലാഹു ലക തകുന അഗ്നന്നാസ്, ഒരു മുതലാളിയാവാൻ ആഗ്രഹമുണ്ടോ? മുതലാളിയാവാൻ ആഗ്രഹമുണ്ടോ? വലിയൊരു ധനികനാവാൻ ആഗ്രഹമുണ്ടോ? ഉള്ളവരെന്ന് നല്ലൊരു മുതലാളിയാവാൻ ആഗ്രഹം. നമുക്കൊന്നിനും ആഗ്രഹമില്ലല്ലോ. എന്താ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിക്കോട്ടെ. എന്താ മുതലാളിയാലും എന്താ കുഴപ്പം? പൈസ പഠിച്ചോ തരട്ടെ. പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കൊടുക്കാലൊന്നും. ഇതുപോലെ സ്ഥാപനങ്ങളൊക്കെ വരുമ്പോ 5-10 ലക്ഷം ഭാര്യക്കോരി കൊടുക്കാലോ അല്ലേ? ഇപ്പൊ പറയും കിട്ടിയോക്കണം. അപ്പൊ അറിയാം ഇപ്പൊ വലിയ ആവശ്യത്തോടെ കൊടുക്കാന്നൊക്കെ പറയും. അപ്പൊ കിട്ടിയാ പിന്നെ പറയും ഉസ്താദ് ഭയങ്കര ടൈറ്റാണ്, ആ കടയിൽ അങ്ങനെ കടാണ്, ഇവിടെ കടാണെന്നൊക്കെ പിരിവിന് വരുമ്പോ പറയും. ഇനി നേരെ മറിച്ച് വേറെ ഏതെങ്കിലും മുതലാളിമാരെ എന്നിട്ട് എങ്ങനെ ചോദിച്ചാലും മാഷാ നല്ല കച്ചവടമാണ്, അവിടെ പുടുത്തം മുട്ട കച്ചവടം, ഇവിടുത്തെ കച്ചവടം പറയാ വേണ്ട, ഇവിടെ തിരക്കിലേക്ക് ഇരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്നാ പറയാ. ഓരോ ആളുകൾ ഓരോ ശൈലിയിലാണ് സംസാരിക്കുക. അപ്പൊ അല്ലാഹു സമ്പത്ത് തരട്ടെ, ദുനിയാവിലും ആഖിറത്തിൽ അല്ലാഹു വിജയം തരണമെന്ന് ദുആ ചെയ്യുന്നില്ല നമ്മൾ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന ദുആ ചെയ്യാറില്ലേ? അപ്പൊ സമ്പത്ത് അല്ലാഹു വേണ്ടത്ര തരട്ടെ, നല്ലത് തന്നെയാണ്. അപ്പൊ വർള ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിനക്ക് എന്താണോ തന്നത് അതിൽ നീ തൃപ്തനായാൽ തകുൻ അഗ്നന്നാസ്, നീ ഒരു മുതലാളിയാണ്. മുതലാളി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സന്തോഷമാണ്, മനസ്സിന്റെ സംതൃപ്തിയാണ് മുതലാളി എന്ന് പറയുന്നത്. കിട്ടിയിട്ട് തൃപ്തി വേണം. കോടീശ്വരനാണ്, അയാൾക്ക് എപ്പോഴും ടെൻഷനാണ്. പഠിച്ചോനെ എനിക്കൊരു മെഴ്സിഡീസ് ബെൻസ് ഉണ്ട്, പക്ഷെ ഒരു റോൾസ് റോയ്സ് വാങ്ങാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, എപ്പോഴും ടെൻഷനാണ്. ഇനി റോൾസ് റോയ്സ് വാങ്ങിച്ച അയാളുടെ ഇഷ്ടപ്പെട്ട് എനിക്കൊരു ഹെലികോപ്റ്റർ വാങ്ങാൻ പറ്റുന്നില്ലല്ലോ. യൂസുഫിലേക്ക് ഹെലികോപ്റ്ററിലാണ് പോകുന്നത്, ഞാൻ ഇപ്പം റോൾസ് റോയ്സിലാണ് പോകുന്നത്, പാവം അല്ലേ? അങ്ങനെ പറയാം. ഒരു 25 ലക്ഷത്തിന്റെ ഒരു വാച്ച് എനിക്ക് ഇപ്പോഴും ഓർക്കുന്ന വിഷയം. 25 ലക്ഷത്തിന്റെ വാച്ച് കെട്ടില് മുതലാളിനോട് പറയാണ്, എനിക്ക് ഇപ്പൊ ഒരു തൃപ്തി വരുന്നില്ല. ഞാൻ മിഞ്ഞാന്ന് ഒരാളെ കണ്ടു, 1 കോടിയുടെ ഒരു വാച്ച് കെട്ടിട്ട് ഒരാളെ കണ്ടു. അത് കണ്ടതിന് ശേഷം എന്നോടൊരു പുച്ഛം തോന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെല്ലാം വാച്ച് നോക്കിക്കൂടി നിങ്ങൾക്ക്, അപ്പൊ നിങ്ങൾക്ക് തൃപ്തിയാവൂല. അപ്പൊ അങ്ങനെയാണ് മനുഷ്യന് തൃപ്തി കിട്ടിയില്ലെങ്കിൽ പിന്നെ അയാൾ മുതലാളി അല്ല എന്നാണ് അർത്ഥം.
തൃപ്തി വേണം, കിട്ടിയത് കൊണ്ട് തൃപ്തി വേണം. ഒരു വണ്ടി വാച്ചുണ്ട്, അൽഹംദുലില്ലാ, ഇത് കിട്ടിയില്ലേ, അൽഹംദുലില്ലാ, ഒരു വലിയൊരു വണ്ടി ഉണ്ട്, അൽഹംദുലില്ലാ. ഇങ്ങനെ എന്താണ് അല്ലാഹു തന്നത് അതിലൊക്കെ തൃപ്തി വേണം. തൃപ്തി ഇല്ലാതിരുന്ന പിന്നെ മുതലാളിയായിട്ട് കാര്യമില്ല, അയാൾക്ക് ടെൻഷൻ തന്നെയായിരിക്കും. അല്ലാഹു നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെടണം. അല്ലാഹു നിനക്ക് എന്ത് തന്നാലും ഒരുപക്ഷേ സുഖം തരും, അൽഹംദുലില്ലാ. സമ്പത്ത് തരും, അൽഹംദുലില്ലാ. നേരെ മറിച്ച് രോഗങ്ങൾ തന്നേക്കാം, അൽഹംദുലില്ലാ, എന്റെ റബ്ബിന്റെ പരീക്ഷണമല്ലേ. കടബാധ്യതകൾ തന്നേക്കാം, അൽഹംദുലില്ലാ, എന്റെ റബ്ബിന്റെ പരീക്ഷണമല്ലേ. എന്തായാലും ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. വാലം നിങ്ങൾ അറിയണം, അന്നൽ ഉമ്മത ഇജ്തമഉ, സമുദായം മുഴുവനും ഒരുമിച്ച് കൂടി അലാ അൻയൻഫഉക ബിശൈഇൻ, നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി ലോകത്തുള്ള സർവ്വജനങ്ങളും ഒരുമിച്ച് കൂടി. അല്ലാഹു അങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ ലോകത്തുള്ള സർവ്വരും ഒരുമിച്ച് കൂടിയാലും ജനങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഒരു ഉപകാരം പോലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ലോകത്തുള്ള എല്ലാവരും കൂടിയിട്ട് നിങ്ങൾക്കൊരു വീട് വെച്ച് തരണമെന്ന് തീരുമാനിച്ചു. നിങ്ങൾക്കൊരു വീട് വെച്ച് തരാൻ തീരുമാനിച്ചു. നമ്മുടെ നാട്ടിലുള്ള ഈ മണ്ണാർക്കാട് പ്രദേശത്തുള്ള ഇത് കോട്ടപ്പാടം, കോട്ടപ്പാടം പ്രദേശത്തുള്ള എല്ലാവരും കൂടിയിട്ട് നിങ്ങൾക്കൊരു വീട് വെച്ച് തരാൻ തീരുമാനിച്ചു. ഐക്യകണ്ഠേന തീരുമാനമായി, പൈസക്ക് പിരിഞ്ഞു, പൈസക്ക് റെഡിയായി. പക്ഷെ അല്ലാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീട് കിട്ടൂല. വീട് പണി പൂർത്തിയായി, നാളെയാണ് താക്കോല് തരേണ്ടത്. പക്ഷെ അല്ലാഹുവിന് തീരുമാനമില്ലേ, ആ താക്കോൽ നിങ്ങൾക്ക് കിട്ടൂല. അപ്പ കമ്മിറ്റിയിൽ ഒരാൾ പറയും അയാൾക്ക് കൊടുക്കണോ, നമ്മുടെ മക്കളൊക്കെ ദുബൈ പോയി ഉഷാറായില്ലേ, നമുക്ക് അപ്പുറത്തുള്ള കൊടുത്താൽ എന്താ, അത് അങ്ങോട്ടേക്ക് നീങ്ങും. ഇതാണ് പഠിച്ചോന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ തീരുമാനമാണ് എല്ലാം ഇവിടെ നടക്കുന്നത്. അള്ളാഹുവിന്റെ തീരുമാനമല്ലാതെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടായാൽ മതി. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും, സമ്പത്താണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും, ആരോഗ്യമാണെങ്കിലും അസുഖമാണെങ്കിലും എല്ലാം എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കണം. പ്രയാസങ്ങൾ ഉണ്ടായാൽ, സന്തോഷമുണ്ടായാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. ഇത് ചെയ്താൽ മതി, ഒന്നും ചെയ്യണ്ട. സന്തോഷമാണെങ്കിൽ അൽഹംദുലില്ലാ, പ്രയാസമാണെങ്കിൽ തവക്കൽതു അലല്ലാഹ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവേ നിന്നെ ഏൽപ്പിക്കുകയാണ്, നിന്നെ ഏൽപ്പിക്കുകയാണ് എന്റെ കടങ്ങളെ, എന്റെ വീട്, എന്റെ കുടുംബങ്ങളെ, എന്റെ ആരോഗ്യം, എന്റെ ജോലിയെല്ലാം നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണല്ലോ. അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇത്ര മതി, വേറെ ഒന്നും വേണ്ട. ഒന്നുകിൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമായിരിക്കും. സന്തോഷാണോ, നന്നായിട്ട് ശുക്ർ ചെയ്യ്, നന്നായി ദിക്ർ ചെയ്ത്, നന്നായിട്ട് ഖുർആൻ ഓത്, നന്നായിട്ട് സദഖ കൊടുക്ക്. ദുഃഖമാണോ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവേ നിന്നെ പരമേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ തയ്യാറാവൂ. അതോടുകൂടി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്, നിങ്ങൾ അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തരായാൽ നിങ്ങൾ ഒരു മുതലാളിയായി മാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മൂന്നാമത് പറഞ്ഞത് വഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, അയൽവാസികളോട് മാന്യമായി പെരുമാറിയാൽ മാത്രമേ നീ ഒരു മുസ്ലിമായി മാറുള്ളൂ. തകുൻ മുഅ്മിന, ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറണമെങ്കിൽ നിന്റെ അയൽവാസി സർട്ടിഫിക്കറ്റ് തരണം. അയൽവാസി പറയണം അയാള് നല്ലവനാണ് എന്ന്. അയൽവാസി പറയണം അയാളുടെ സ്വഭാവം നല്ലതാണ്, അയാളെ കൊണ്ടൊരു ശർറുമില്ല, അയാളെ കൊണ്ടൊരു ശല്യമില്ല എന്ന് അയൽവാസികൾ പറഞ്ഞാൽ മാത്രമേ നമ്മളൊരു മുഅ്മിനായി മാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മുഅ്മിനല്ല. താടിയും തലപ്പാവും പർദ്ദയും ഹിജാബും മാത്രമാണ് നമ്മൾക്കുള്ളത്. ഒരു മുസ്ലിമിന്റെ ഒരു ഐഡന്റിറ്റിയും നിനക്കില്ല എന്ന് നീ മനസ്സിലാക്കണം. മരിച്ചാൽ നീ നേരെ പോകുന്നത് നരകത്തിലേക്കാണെന്നും കൂടി മനസ്സിലാക്കിക്കോ. അയൽവാസിയുടെ തൃപ്തി ഇല്ലെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. അയൽവാസി വലിയ വിഷയമാണ്. മാതാപിതാക്കളെ പോലെ ഗൗരവമുള്ള വിഷയമാണ് അയൽവാസി എന്ന് പറഞ്ഞാൽ. മാതാപിതാക്കളോടൊപ്പം മര്യാദയെ പെരുമാറിയാലും സ്വർഗം കിട്ടൂല. അയൽവാസികളോട് മോശമായി പെരുമാറിയാലും സ്വർഗം കിട്ടൂല. അയൽവാസിക്ക് നിന്നെ ഇഷ്ടമല്ലേ, വെറുതെ ഇഷ്ടപ്പെടാതിരിക്കൂല. നിങ്ങൾ ഒരാളും വെറുതെ ഇഷ്ടപ്പെടാതിരിക്കൂല. നിന്റെ സ്വഭാവം മോശമായാലും ഇഷ്ടപ്പെടാതിരിക്കുള്ളൂ. വെറുതെ ഒരാൾ വെറുക്കോ? ഒരാൾ അയൽവാസി വന്നിട്ട് നിന്നെ വെറുതെ വെറുക്കൂല. നിന്റെ കയ്യിൽ മുതലുള്ളത് കൊണ്ടൊന്നും വെറുക്കൂല. നിന്റെ സ്വഭാവം മോശമായാൽ മാത്രമേ വെറുക്കുള്ളൂ. മുതലുണ്ടെങ്കിൽ എന്തിനാ ഇവര് വെറുക്കുന്നത്? ആ മുതൽ കൊണ്ട് ഇടയ്ക്കിടെ ഇവരെ സഹായിക്കും. ഇവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചാൽ നിങ്ങൾ ഇവർക്കും കൊടുക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്ന് അവർക്കും കൊടുക്കും. ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. അവരെ വിളിക്കും. പിന്നെ അവർക്ക് വെറുപ്പുണ്ടാവും. മുതലാളി അതിന്റെ പേര് വെറുപ്പുണ്ടാവും. ഒരിക്കലും വെറുപ്പുണ്ടാവില്ല. നിന്റെ സ്വഭാവം മോശമായാൽ മാത്രമേ അയൽവാസി നിന്നെ വെറുക്കുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അയൽവാസികൾക്ക് നിങ്ങളോട് വെറുപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ
സ്വഭാവത്തിൽ എന്തോ അപാകതയുണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെ അയൽവാസിയുടെ വെറുപ്പോടുകൂടി മരണപ്പെട്ടാൽ സ്വർഗം കാണാൻ കഴിയില്ല. അങ്ങനെ ആബിദീങ്ങളായ ആളുകളൊക്കെ നരകത്തിൽ പോയിട്ടുണ്ട്, അയൽവാസികളോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ. യഥാർത്ഥ ഒരു മുഅ്മിനായി മാറണമെങ്കിൽ അയൽവാസികളോട് മാന്യമായി പെരുമാറണം. അപ്പൊ എനിക്കൊരുപാട് അയൽവാസികളുണ്ട്, നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എനിക്കൊരുപാട് അയൽവാസികളുണ്ട്, ആ അയൽവാസികളോടൊക്കെ ഞാൻ വളരെ മാന്യമായി പെരുമാറും. ഇന്നു മുതൽ ഉറപ്പിക്കൂല, അവരെ കുറിച്ച് ഫിത്ന പറയൂല, അവരെ കുറിച്ച് ഗീബത്ത് പറയൂല, അവരെ കുറിച്ച് നമീമത്തോ കുറ്റങ്ങളോ പറയാതെ മാക്സിമം അവരെ സഹായിച്ച് സഹകരിച്ച് തൃപ്തിപ്പെടുത്തി മുന്നേറാൻ തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് ദുനിയാവും ആഖിറവും സന്തോഷത്തിലായി. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നാലാമത്തെ വിഷയം, എന്താണോ നീ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം നിന്റെ സഹോദരങ്ങൾക്കും വേണമെന്ന് നീ ആഗ്രഹിക്കണം. നീ മാത്രം ആഗ്രഹിച്ചാൽ മാത്രം പോരാ. സുഖങ്ങൾ നിനക്ക് മാത്രം, വീട് നിനക്ക് മാത്രം, വണ്ടി നിനക്ക് മാത്രം, എല്ലാം നിനക്ക് മാത്രം വേണമെന്നുള്ള ചിന്ത വേണ്ട. കച്ചവടം നിനക്ക് മാത്രം, ലാഭം നിനക്ക് മാത്രം, അങ്ങനെ ഒരു ചിന്ത വേണ്ട. എല്ലാം എല്ലാവർക്കും വേണമെന്നുള്ള ചിന്ത. നിന്റെ ആഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവർക്കും ഉണ്ടായാൽ നിനക്ക് വെറുപ്പ് തോന്നാൻ പാടില്ല, സന്തോഷം വേണം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നീ പങ്കുകാരാവണം. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ അവരെ താങ്ങി നിർത്താൻ, അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കാൻ നീ ഉണ്ടാവണം. നിന്റെ ആഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളായി നീ കാണണം. നീ ആഗ്രഹിക്കുന്നത്, നീ ഇഷ്ടപ്പെടുന്നതൊക്കെ അത് മറ്റുള്ളവർക്കും വേണമെന്ന് നീ കൊതിക്കണം. വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്ത. അഞ്ചാമത്തേത്, ഒരുപാട് ചിരിക്കരുത്. വെറും തമാശയായി മാറരുത് ജീവിതം, വെറും തമാശയായി മാറരുത്. ചിരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കാം. ഓൺലി എന്റർടൈൻമെന്റ്, തമാശ പറയാ, കോമഡി പറയാ, അങ്ങനെ ചിരിക്കാം. ഇതെന്നെ പണി. ഇപ്പൊ ടിക്ടോക്കിലൊക്കെ ചില ആളുകൾക്ക് പണി തന്നെയാണ്. എന്തെങ്കിലും വിറ്റുകൾ ഉണ്ടാക്കുക, ഹ്യൂമർ സെൻസ് ഉണ്ടാക്കുക, കോമഡി ഉണ്ടാക്കുക, എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക, എന്നിട്ട് പുറത്ത് വിടുക. ചില ആളുകൾക്ക് ഇതിങ്ങനെ കോമഡി ഉണ്ടാക്കി വിടാം, ചില ആളുകൾക്ക് ഇത് ഉണ്ടാക്കാനൊന്നും കഴിയില്ല. ആരോ ഉണ്ടാക്കി നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും നോക്കി ഇങ്ങനെ ചിരിക്കാം. ചിരിക്കലിന്റെ ഇതൊക്കെ മോശം തന്നെയാണ്. ചിരിക്കണം, ആവശ്യത്തിന് ചിരിക്കണം, വെറും ചിരിയാണ്. ജീനിനെ കളിയും ചിരിയും തമാശയാക്കി മാറ്റിയവർ, അവരെ വിട്ടേക്ക് നബിയെ, അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാമെന്ന് താക്കീത് നൽകുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ചിരി, തമാശകളൊക്കെ വേണം കുടുംബത്തിൽ. തമാശകൾ വിറ്റ് കോമഡികളൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വേണം. വെറും തമാശകളായി നടക്കരുത്. അള്ളാഹു ബോധം നൽകട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല സബ്ഉൻ യുജറു ഫീഹിന്ന മിൻ ബഅദിഹി. 7 വിഷയങ്ങളുണ്ട്. ഒരാളുടെ മരണശേഷം അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്ന 7 വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, മൻ ബനാ മസ്ജിദൻ ഫലഹു അജ്റുഹു മാദാമ അഹദുൻ യുസല്ലി ഫീഹി. ഒരാളൊരു പള്ളി നിർമ്മിച്ചാൽ, അല്ലെങ്കിൽ പള്ളി നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ചാൽ, ഫലഹു അജ്റുഹു, സഹായിച്ച ആളുകൾക്ക് പ്രതിഫലമുണ്ട്. മാദാമ അഹദുൻ യുസല്ലി ഫീഹി, ആരെങ്കിലും ഒരാൾ വന്നിട്ട് ആ പള്ളിയിൽ നിസ്കരിച്ചാൽ സഹായിച്ച ആളുകൾക്കൊക്കെ അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എത്തികാഫിരുന്നാൽ പ്രതിഫലമുണ്ട്, അവിടെ നിന്ന് ഖുർആൻ ഓതിയാൽ പ്രതിഫലമുണ്ട്. എത്ര കാലമാണോ അവിടെ പള്ളി നിലനിൽക്കുന്നത് അത്രയും കാലം ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരുടെ, എത്തികാഫിരിക്കുന്നവരുടെ, ഖുർആൻ ഓതുന്നവരുടെ സർവ്വ പ്രതിഫലവും ഇതിനു വേണ്ടി സഹായിച്ച ആളുകൾക്ക് ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വമൻ നജറാ നഹ്റൻ ഫതാമ യജ്രി ഫീഹിൽ മാഉ വയശ്റബു മിൻഹു الناس കാന ലഹു അജ്റുഹു. ഒരാൾ ഒരു നദി ഒഴുക്കിയാൽ, ഒരു പുഴയുണ്ടാക്കിയാൽ, ഒരു അരുവി ഉണ്ടാക്കിയാൽ, ആ അരുവിയിലൂടെ വെള്ളം ഒഴുകുന്ന കാലത്തോളം, ആ അരുവിയിൽ നിന്ന് ആളുകൾ വെള്ളം കോരി കുടിക്കുന്ന കാലത്തോളം അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇനി മരിച്ച നാളെ ഖബറിൽ കിടന്നു നിങ്ങളുടെ അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നിങ്ങളുടെ മരണശേഷവും നിങ്ങൾ കുടിച്ച കിണറിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയ അരുവിയിൽ നിന്ന് ആളുകൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഓരോ ആളുകൾ വെള്ളം കുടിക്കുമ്പോഴും വെള്ളം എടുക്കുമ്പോഴും ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമത്തെ വിഷയം, മൻ കതബ മുസ്ഹഫൻ വഅഹ്സന. ഒരാൾ മുസ്ഹഫ് എഴുതുകയോ വാങ്ങുകയോ ചെയ്തു, എന്നിട്ട് പള്ളിയിൽ വെച്ചു, എന്നിട്ട് ആർക്കെങ്കിലും ഓതാൻ കൊടുത്താൽ കാന ലഹു അജ്റുഹു മാദാമ
യഖറഉ ഫീഹി അഹദൻ, ആ മുസ്ഹഫ് എടുത്തുകൊണ്ട് ഒരാൾ ഓതുന്ന കാലത്തോളം ആ മുസ്ഹഫ് വാങ്ങിച്ച ഒരാൾക്ക്, വാങ്ങിക്കൊണ്ട് സംഭാവന ചെയ്ത ഒരാൾക്ക്, അത് എഴുതിയ ഒരാൾക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതേപോലെ തന്നെയാണ് കിണർ കുഴിക്കുന്നത്, അതേപോലെ തന്നെയാണ് മരം നടുന്നതും. നിങ്ങളൊരു മാവ്, നിങ്ങളൊരു മൂച്ചി നട്ട് വളർത്തുകയാണ്, ഒരു തെങ്ങ് നട്ട് വളർത്തുകയാണ്. ആളുകൾ വന്നിട്ട് ആ മാവിന്റെ താഴെ തണൽ കൊണ്ടാൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ആ മാവിൽ നിന്നൊരാൾ മാമ്പഴം കഴിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ആ മാവിൽ നിന്ന് ഏതെങ്കിലും ഒരു പക്ഷി വന്നിട്ട് മാമ്പഴം കഴിച്ചാൽ, ഒരെണ്ണാരക്കണ്ണൻ വന്നിട്ട് മാമ്പഴം കഴിച്ചാൽ ആ മാവ് നട്ടവൻ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മാവ് നട്ടവൻ മരിച്ച് ഖബറിൽ കിടക്കുകയാണെങ്കിൽ അയാളുടെ ഖബറിൽ കിടക്കുന്ന സമയത്ത് അയാളുടെ മരണശേഷം ആരെങ്കിലും വന്ന് മാങ്ങ കഴിക്കുമ്പോ, ആരെങ്കിലും പക്ഷികളോ പറവകളോ ജന്തുക്കളോ വന്ന് മാമ്പഴങ്ങൾ കഴിക്കുമ്പോ ആ മരം നട്ട് വളർത്തിയ ആളുകൾക്ക് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ആ മരം നിലനിൽക്കുന്ന കാലത്തോളം പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വമൻ അല്ലമ ഇൽമൻ കദാലിക, ഒരാൾ ഇൽമ പഠിപ്പിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ വഅദ് കേൾക്കാൻ വരുന്ന നമ്മുടെ മുമ്പിലുള്ള ബാധ്യതകൾ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെയാണ് ഈ മഹത്തായ സ്ഥാപനം എന്ന് പറയുന്നത്. ഈ സ്ഥാപനത്തിൽ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ, ഇവിടെ ഇൽമ പഠിപ്പിക്കപ്പെടുന്ന മഹത്തായ സ്ഥാപനമാണിത്, മഹത്തായ സൗധമാണിത്, മഹത്തായ സാംസ്കാരിക കേന്ദ്രമാണിത്. ഈ മഹത്തായ സ്ഥാപനങ്ങളിൽ നിന്ന് ഇൽമ പഠിക്കുന്ന ആളുകൾ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും പഠിച്ചു വളർന്നിട്ട് അവർക്ക് മക്കളുണ്ടായി ആ ഓരോ ആളുകൾ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം ഈ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ആളുകൾക്ക് സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മദ്രസയെ സഹായിക്കണമെന്ന് പറയുന്നത് വെറുതെയല്ല, ഇത്തരം ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നത് വെറുതെയല്ല. ഈ മഹത്തായ സ്ഥാപനങ്ങളിലേക്ക് കമ്പികളും സിമന്റുകളും കല്ലുകളുമായി സ്വർണ്ണാഭരണങ്ങളും സാമ്പത്തികമായ വലിയ വലിയ നോട്ടുകെട്ടുകളും നൽകിക്കൊണ്ട് സഹായിക്കുന്നത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ജാരിയായ ഒരു സ്വതക്കയാണ്. നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാലും ഖബറിലേക്ക് നിരന്തരമായി ഒഴുകുന്ന സ്വതക്കയാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്വതക്കകളിൽ വെച്ച് ഏറ്റവും നല്ല സ്വതക്ക പള്ളിക്ക് വേണ്ടി സഹായിക്കുന്നതാണോ? അല്ല, നിങ്ങളുടെ സ്വതക്കകളിൽ വെച്ച് ഏറ്റവും നല്ല സ്വതക്ക നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നൽകുന്ന സ്വതക്കയാണ്. അപ്പൊ ഏറ്റവും നല്ല സ്വതക്ക ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും ഒരു സംഭാവനകൾ നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട്, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ ഖബറിടത്തിലേക്ക് നിരന്തരമായി നന്മകൾ ഒഴുകാൻ, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഓരോ ഹർഫിനും 10 ഹസനത്ത് എന്ന രീതിയിൽ മരണപ്പെട്ട് കിടക്കുന്ന മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലാഹു തആല ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങൾ നിരന്തരം ദൈനംദിനം നൽകാൻ വേണ്ടി മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ നിങ്ങൾക്ക് കഴിയുന്ന നല്ലൊരു എമൗണ്ട് മനസ്സിൽ കരുതണം. ഇനി മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ പേരിൽ അവരുടെ ആഫിയത്തിന് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ മാതാപിതാക്കൾ എന്ന് പറയുന്നത് 2 സ്വർഗവാതിലുകളാണ്. ആ വാതിൽ അടക്കപ്പെട്ടാൽ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വാതിലുകളാണ് അടക്കപ്പെടുന്നത്. ഒരു താബിആയ ഒരു പണ്ഡിതന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം കരയുകയാണ്. ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന്. അപ്പോഴാണ് മഹാനായ താബി എന്നവർ പറഞ്ഞത്, ഞാൻ കരയാനുള്ള കാരണം എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. എന്റെ ഉമ്മ എന്ന് പറയുന്നത് അല്ലാഹു പറഞ്ഞു, 2 സ്വർഗവാതിലുകളാണ് നിങ്ങൾക്കുള്ളത്, 2 സ്വർഗവാതിലുകളാണ് നിങ്ങൾക്കുള്ളത്. എന്റെ ഉമ്മ മരണപ്പെടലോടുകൂടി സ്വർഗത്തിന്റെ ഒരു വാതിൽ അടഞ്ഞു പോയിരിക്കുകയാണ്, അതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത് എന്ന് പറയുമ്പോ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളാണെന്ന് മനസ്സിലാക്കണം. അവരുടെ ദീർഘായുസിന് വേണ്ടി, അവരുടെ ആഫിയത്തിന് വേണ്ടി, അവരുടെ ആക്തിവത്തിന് വേണ്ടി അവരുടെ പേരിൽ ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് ഹദിയ ചെയ്യുക. അല്ലെങ്കിൽ മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ ഖബറിടം വെളിച്ചമാവാൻ വേണ്ടി, അവരുടെ ഖബറിടം വിശാലമാവാൻ വേണ്ടി, അവരുടെ ഖബറിടത്തിൽ നിന്ന് ശിക്ഷകളെ ഉയർത്തപ്പെടാൻ വേണ്ടി, ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗ്ഗം ലഭിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ജാരിയായ സ്വതക്കയാണിത്. സ്വതക്ക ചെയ്യുമ്പോൾ എപ്പോഴും ജാരിയായ സ്വതക്ക ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്.